നമസ്തേ, പുത്തൻപുരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ MK വിനോദ്. നമുക്ക് ആദ്യം നോക്കാം. പ്രത്യേകതയുള്ള രണ്ട് ദിനമാണിന്ന്. രണ്ട് പ്രത്യേകതകൾ, രണ്ട് പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതകളുള്ള ദിവസമാണ്. വാർത്തകളിൽ നിന്ന് മാറി നിർത്തിയാൽ ലോക കവിതാ ദിനം, ലോക വനദിനം രണ്ടും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് വനദിനം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള കാലാവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം കവിതാ ദിനം എന്തുകൊണ്ട് ആചരിക്കുന്നു, അത് നമ്മൾ എങ്ങനെ ആചരിക്കുന്നു എന്നൊക്കെയുള്ളത് അല്ലേ, അതിഥികൾ ഉൾപ്പെടെ തീർച്ചയായും നമ്മളൊപ്പം ചേരും. നമുക്ക് പക്ഷേ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആശാമാരുടെ നിരാഹാര സമരം രണ്ടാം ദിനം. വീണ ജോർജിന്റെ ഡൽഹി യാത്ര പ്രഹസനമെന്ന് സമരസമിതി. പ്രതിഷേധം തുടർന്ന് അങ്കണവാടി ജീവനക്കാരും. പതിനാല് വർഷം ജോലി ചെയ്തിട്ടും സ്ഥിര നിയമനമില്ല. ചവറ KMML താൽക്കാലിക ജീവനക്കാർ രാപ്പകൽ സമരത്തിലേക്ക്. തൊഴിൽ പീഡനം സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ. CPM സ്വാധീന ക്ഷേത്രങ്ങളിൽ വിപ്ലവം അടിച്ചേൽപ്പിക്കൽ തുടർക്കഥ. അലോഷിക്ക് വീണ്ടും വേദിയൊരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിവാദ നീക്കം കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ഉപദേശക സമിതി ഹൈക്കോടതിയിൽ. ഉത്സവം പാർട്ടി പരിപാടിയാക്കാൻ അനുവദിക്കില്ലെന്ന് BJP. കണ്ണൂർ കൈതപ്പുറത്തെ BJP പ്രവർത്തകന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് സൂചന. വെടിവെച്ചു കൊല്ലും മുമ്പും ശേഷവും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പ്രതി. വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. BJP പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ വിധി ഇന്ന്. PFI ബന്ധത്തിൽ കൂടുതൽ STPI നേതാക്കൾ നിരീക്ഷണത്തിൽ. സാമ്പത്തിക ഇടപാടുകളിൽ വിവരങ്ങൾ ശേഖരിച്ച ED. ഇന്നലത്തെ റെയ്ഡുകളിൽ പിടിച്ചെടുത്തത് നിർണായക രേഖകൾ. സംസ്ഥാനത്ത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് നിർബാധം. കൊച്ചി വിമാനത്താവളം പ്രധാന കവാടം. പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങൾ. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് തിരിച്ചടി. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണ തോത് മേൽപോട്ട്. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. തെക്കൻ ജില്ലകളിൽ ചൂട് കടുക്കും. യുഫേഫ നാഷൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടറിൽ വമ്പന്മാർക്ക് തോൽവി. ഫ്രാൻസിനെ തോൽപ്പിച്ച് ക്രൊയേഷ്യ. പോർച്ചുഗലിനെ ഞെട്ടിച്ച് ഡെൻമാർക്ക്. ഇറ്റലിക്കും തോൽവി. സ്പെയിനിനെ തളച്ച് നെതർലാൻഡ്സ്. ഈ ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം നടന്നു വരുന്നു. 40-ാം ദിവസം അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നു. നിരാഹാര സമരം രണ്ടാം ദിവസം. അവരുടെ മുഴുവൻ ആയിട്ടുള്ള സമരം 40 ദിവസം. അപ്പോൾ ഈ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഈ കാലയളവിലെല്ലാം തന്നെ അവർ നേരിട്ടുകൊണ്ടിരുന്ന അവഗണനയ്ക്കുമപ്പുറം അപമാനം കൂടി അല്ലെ, വാക്കുകൾ കൊണ്ടും അല്ലാതെയുമുള്ള കബളിപ്പിക്കലുകൾ കൂടിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ കാഴ്ചയായിരുന്നു ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. അതെ, വീണ ജോർജിന്റെ യാത്ര. എല്ലാം ശരിയാക്കാം, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കോർട്ടിൽ കൊണ്ടിട്ട ശേഷം അവിടെ നിന്നാണ് തീരുമാനങ്ങൾ വരേണ്ടത് എന്ന് പ്രഖ്യാപിച്ച ശേഷം വലിയ ആശ നൽകിക്കൊണ്ട് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നു. ശരി, അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കട്ടെ എന്ന് കരുതി കാത്തിരുന്നവരോട് മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്, ഞാൻ വന്നത് മറ്റൊരു കാര്യം, സംഘത്തെ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ മന്ത്രിയെ കാണാം എന്നുള്ളതാണ്. ഒരു കേന്ദ്രമന്ത്രി, BJPയുടെ പ്രമുഖനായ ഒരു നേതാവ്, ഒരു പാർലമെന്റേറിയൻ, സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അപ്പോയിൻമെന്റ് പോലും എടുക്കാതെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ളൊരു ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാനായി അവിടെ ചെന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമായിരുന്നു എത്രത്തോളം ആത്മാർത്ഥതയോടു കൂടിയാണ് അങ്ങോട്ട് പോയതെന്നുള്ളത്. ഏതായാലും പോയതിൻ്റെ പേരിലൊരു നിവേദനം കൊടുത്തു എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുത്ത അവഗണന, സർക്കാരിൻ്റെ ഈ കടുത്ത അവഗണനയിലും നിരാഹാര സമരം
ആശാ വർക്കർമാർ തുടരുക തന്നെയാണ്. ഈ വാക്കുകളൊന്നും വിശ്വസിച്ച് പിന്നോട്ട് പോകാതിരുന്നവരെ ഈ ഘട്ടത്തിൽ നമ്മൾ അനുമോദിക്കുക തന്നെ വേണം. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെങ്കിലും നമുക്കറിയാം പ്രതീക്ഷയില്ലാതെ സമരം നീളുകയാണ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, ഗുഡ് മോർണിംഗ്. ആശാമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി മുന്നോട്ട് എന്ത് എന്ന ചിന്തയിൽ നിന്നാണ് അവർ നിരാഹാര സമരത്തിലേക്ക്, കടുത്ത സമര രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം രാപകൽ ഭേദമന്യേ സെക്രട്ടേറിയറ്റ് നടയിൽ ഇരിക്കുകയായിരുന്നു അവർ. ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുമ്പോഴും ഇനി എന്ത് എന്നുള്ളത് അവരുടെ മുന്നിലുണ്ടോ? കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ 2-3 ചർച്ച എന്ന് പറയുന്ന പ്രഹസനങ്ങൾ നടന്നിരുന്നു. മന്ത്രി നടത്തിയ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ ഒരു തീരുമാനവും ഉണ്ടാകാതെ പോയ ഒരു സാഹചര്യം കൂടിയാണുള്ളത്. രശ്മി, എന്താണ് അവർ പറയുന്നത്? വീണ, ഇന്ന് ആശാമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 40ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരാഹാര സമരമാകട്ടെ അത് 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം. ആദ്യം ഈ ചർച്ചകൾ, 2 ചർച്ചകൾ സർക്കാർ വിളിച്ചു. ആദ്യം NHM ഡയറക്ടർ, പിന്നീട് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തുന്നു. പക്ഷേ അതിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള പരിഹാരവും ആയില്ല. ഇവരുടെ ആവശ്യങ്ങൾ കേട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ നിന്നും സമരം അവസാനിപ്പിച്ച് പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷം ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി. അത് വളരെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ആശാപ്രവർത്തകർക്ക്. പക്ഷേ എന്തിനാണ് പോയത് എന്നുള്ള കാര്യം അത് നമുക്കറിയില്ല. കാരണം വെറുതെ അവിടെ വരെ പോയി തിരിച്ചു വന്നു എന്നുള്ളത് മാത്രമാണ്. അവിടെ എത്തിയപ്പോഴാണ് പിന്നീട് പറയുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്, ക്യൂബൻ സംഘത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് പോയതെന്നാണ് പറയുന്നത്. ഏതായാലും ഇവരുടെ നിരാഹാര സമരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരാഹാര സമരം 2ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി എന്ത് തന്നെയാണെങ്കിലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. മരണം വരെ സമരം ചെയ്യും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ആവശ്യങ്ങളൊന്നും ഇതുവരെയും പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകാത്ത ഈ ഒരു സാഹചര്യം, ഏറ്റവും അടിസ്ഥാനപരമായി, അതായത് 16ഉം 18ഉം മണിക്കൂർ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരോടാണ് സർക്കാർ ഈ കടുത്ത അവഗണന കാട്ടുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം എന്താണ്, ഇന്നലെ ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയി. പക്ഷേ അവിടെ ചെന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് പോയത് എന്നുള്ളതാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി യാതൊരു കൂടിക്കാഴ്ചയും നടത്തി. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് മന്ത്രി ഡൽഹിയിൽ എന്താവശ്യത്തിന് പോയാലും അത് ഞങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ല. മന്ത്രിക്ക് എന്താവശ്യത്തിനും എവിടെയും പോകാം, അത് നമ്മുടെ ഒരു പ്രശ്നമല്ല. മറിച്ച് കേന്ദ്രം തന്നാലേ കേരളത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ വിഷയത്തോട് മാത്രമേ ഞങ്ങൾക്ക് വിയോജിപ്പുള്ളൂ. തീർച്ചയായിട്ടും തരേണ്ടതാണ്. ഞങ്ങൾ വലിയ വർധനവല്ലല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 232 രൂപ 700 രൂപയാക്കണം എന്നുള്ളതാണ്. അല്ലാതെ 1 ലക്ഷം രൂപ 3 ലക്ഷം ആക്കണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് കേന്ദ്രം തന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക പരാധീനത പരിഹരിക്കാൻ വളരെ പ്രയോജനപ്പെടും. പക്ഷേ എന്ന് വിചാരിച്ച് ഈ 40 ദിവസമായിട്ട് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് കേന്ദ്രം തന്നാലേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ വിഷയത്തിൽ മാത്രമേ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളൂ. തീർച്ചയായിട്ടും പരിഗണിക്കണം. ഗവൺമെൻറ് തീരുമാനിക്കണ്ടേ, തരേണ്ടതാണ് എന്ന് തീരുമാനിക്കണ്ടേ, അത് തീരുമാനിക്കണം. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വളരെ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകുക? ഞങ്ങളുടെ സമരം വളരെ ശക്തമാണ്. ഇന്ന് അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തേക്ക് കടന്നിരിക്കുന്നു. ഈ ഡിമാൻഡ് നേടിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഞങ്ങൾ ആദ്യത്തെ ദിവസം പറഞ്ഞ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എപ്പോഴും കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരി തടിയൂരാനുള്ളൊരു ശ്രമം, അത് ഈ ആശാ വർക്കർമാരുടെ വിഷയത്തിൽ മാത്രമല്ല, മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ ഇതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു സമരം, ഇത് ഈ പൊരിവെയിലത്തും മഴയത്തും ഒക്കെ തന്നെ ഇവർ ഈ സമരം ആരംഭിച്ചിട്ട് ഏതാണ്ട് 40 ദിവസം പിന്നിടുന്നു. 40 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കാലയളവല്ല. ഇതിൽ പലരും പ്രായമായവരൊക്കെ ഉണ്ട്. അവരവരുടെ ആരോഗ്യം പ്രശ്നങ്ങളൊന്നും, അതൊക്കെ വളരെ പ്രതികൂലമായി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. 2 തവണ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അത് കേന്ദ്രത്തിന് മേൽ പഴിചാരിക്കൊണ്ട് തടിയൂരാനുള്ളൊരു ശ്രമം. പക്ഷേ കേന്ദ്ര സർക്കാർ കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നൊരു കാര്യമാണ്. അത്തരത്തിൽ തുക ലഭ്യമാക്കിയിട്ടുണ്ടെന്നതിൻ്റെ രേഖകളടക്കം ജനം TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇവരുടെ ആശമാരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അവരുടെ വിരമിക്കൽ ആനുകൂല്യമായി ഇവർക്ക് 5 ലക്ഷം രൂപ നൽകുക, അവരുടെ പെൻഷൻ നൽകുക, ഓണറേറിയത്തിന്
നിയമനത്തിനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, ഓണറേറിയം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് നൽകുക എന്നീ ആവശ്യങ്ങളാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയിരുന്നു, പക്ഷേ കേന്ദ്രമന്ത്രിയുമായൊന്നും കൂടിക്കാഴ്ച നടത്തിയില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഞങ്ങളുടെ സാഹചര്യം ഞങ്ങളുടെ ഡിമാൻഡുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ആണല്ലോ നിരാഹാരം തുടങ്ങിയത്. ഞങ്ങൾ ഡിമാൻഡ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അതെടുക്കും എന്നുള്ളൊരു തീരുമാനമാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് നേടിയെടുക്കും വരെ വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ആശമാർ പറയുന്നൊരു കാര്യം. ഏതായാലും വളരെ കഷ്ടമാണ് ഇവരുടെ അവസ്ഥ. 40 ദിവസമായി ഇവർ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്നു. സർക്കാർ തിരിഞ്ഞുപോലും നോക്കാത്തൊരവസ്ഥ, തീർത്തും അവഗണിക്കുന്നു. ചർച്ചയെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വിളിക്കുന്നു. അതും ഇവിടെ എന്തിനാണ് ഇങ്ങനെ സമരം ചെയ്യുന്നത്, ഇവിടെ നിന്നും പോകണം എന്ന് മാത്രമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. പിന്നീട് വലിയ രീതിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ എത്തിയിട്ടും മറ്റൊരാവശ്യത്തിനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ മടങ്ങി വരികയാണ് ഉണ്ടായത്. അത്തരത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ പലതരത്തിൽ മാധ്യമങ്ങൾ അത് വളരെ മോശമായി പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഏതായാലും ആശമാരുടെ സമരം അത് അവർ ചെയ്ത ജോലിക്കുള്ള കൂലി, ന്യായമായ കൂലി ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആശമാർ സമരം നടത്തുന്നത്. സർക്കാർ എത്രയും വേഗം അതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഈ ആശമാർ ആവശ്യപ്പെടുന്നത്. ഏതായാലും വളരെ ശക്തമായി തന്നെ നിരാഹാര സമരം ഇന്ന് 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അല്ലാത്ത ഇവരുടെ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ചിട്ടിന്ന് ആശാവർക്കർമാരുടെ സമരം 40 ദിവസത്തിലേക്ക് കടക്കുന്നു. നിരാഹാരം 2-ാം ദിവസമാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഇവർക്ക് പിന്തുണയുമായി അങ്കണവാടി ജീവനക്കാരും സമരത്തിലേക്ക് വരുന്നു. അവർക്ക് പിന്തുണയുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്കണവാടി ജീവനക്കാർ അവർ വേറെയാണോ സമരപ്പന്തൽ, അതോ ഇവർക്കൊപ്പം തന്നെ അവിടെ സമരം ഇരിക്കുകയാണോ? എങ്ങനെയാണ് അവരുടെ ഒരു പിന്തുണ ഈ സമരത്തിന് അവിടെ ലഭിക്കുന്നത്? രശ്മി കാർത്തിക. വിനോദ, അംഗനവാടി ജീവനക്കാർ ഇവർക്കൊപ്പമല്ല ഇവിടെ സമരമിരിക്കുന്നത്. ഇവർ തൊട്ട് അപ്പുറത്തായിട്ടാണ്, അതായത് കുറച്ച് മാറിയാണ് അവർ പ്രത്യേകമാണ് സമരമിരിക്കുന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനയാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. അവരും ഇതേ ആവശ്യങ്ങളാണ്. അതായത് അവരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ അംഗനവാടി ജീവനക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അംഗനവാടി ജീവനക്കാരുടെ വിഷയം തന്നെയാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ടുൾപ്പെടെ പ്രതിപക്ഷം കൊണ്ടുവന്നത്. അന്ന് സർക്കാർ പറഞ്ഞൊരു കാര്യം, ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു 6 മാസം കൂടുമ്പോൾ ഒരു യോഗമൊക്കെ ചേരാറുണ്ട്. അത് കഴിഞ്ഞ് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായിട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നുള്ള മറുപടി. അവിടെയും കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ട് തടി തപ്പാനുള്ളൊരു ശ്രമമാണ് അവിടെയും ഇത്തരത്തിൽ മന്ത്രി നടത്തിയത്. അതിന് പ്രതിപക്ഷം ഉൾപ്പെടെ മറുപടി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് ഏറ്റവും കുറഞ്ഞ തുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. അതും തൊഴിലാളികൾക്കൊപ്പമാണ് ഇടത് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത്. ഇവരുടെ പ്രകടന പത്രികയിലടക്കം ഈ ദിവസവേതനം ഈ ജീവനക്കാർക്ക് വർദ്ധിപ്പിക്കുമെന്നൊക്കെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അധികാരത്തിലെത്തിയതിനു ശേഷം പിന്നീട് ഈ സമരം ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളെയും തിരിഞ്ഞു പോലും നോക്കാത്ത ഇടത് സർക്കാരാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത്. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ സർക്കാരിൻ്റെ ഈ ഒരു സമീപനം, അതായത് സാധാരണക്കാരോടുള്ള ഈ ഒരു സമീപനം, അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ഈ അംഗനവാടി ജീവനക്കാരോടാണെങ്കിലും ആശാവർക്കർമാരോടാണെങ്കിലും അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതും 21,000 രൂപ. കഴിഞ്ഞ ദിവസം ഈ ചർച്ച നടത്തിയ സമയത്ത് തന്നെ ആശാവർക്കർമാർ മന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ഇത്രയെങ്കിലും നൽകാം, അല്ലെങ്കിൽ 2,000 രൂപയോ 3,000 രൂപയോ വർദ്ധിപ്പിക്കാം എന്നെങ്കിലും പറയാനുള്ളൊരു മനസ്സ് പോലും ആരോഗ്യമന്ത്രി കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഏറെ വേദനയോടെ പറയേണ്ട ഒരു കാര്യം. നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്, അവിടെ നിന്ന് പോകണം എന്ന് ഒരു മന്ത്രി പറയുന്നു. അത് ഒരു മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഏതായാലും ഇവരുടെ സമരം, ഈ അമ്മമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരം ഇന്ന് 40-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരുടെ നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. പൊരിഞ്ഞ വെയിലാണ്, ഉച്ചയ്ക്കൊക്കെ വൈകിട്ട് മഴയുമുണ്ട്. ഇവരുടെ ആരോഗ്യം ക്ഷയിക്കുകയാണ്. ഏതായാലും മരണം വരെ സമരം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ആശമാർ പറയുന്നൊരു കാര്യം. ഇടയ്ക്ക് ഈ ആശമാർ ജനം ടിവിയോടക്കം ഒരു അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നിരുന്നു. കാരണം ഈ എന്തിനാണ് സംസ്ഥാന സർക്കാരിനെ ഇടനില നിർത്തുന്നത്, കേന്ദ്ര സർക്കാരിന് നേരിട്ട് പണം ലഭ്യമാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അത്തരത്തിലുള്ളൊരു അഭ്യർത്ഥന വരെ ഇവർ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും
സമരം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. മരണം വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാകും, സർക്കാർ ഒരു നടപടി ഉണ്ടാകുന്നത് വരെ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. വിനോദ്. അതെ, സെക്രട്ടേറിയറ്റിനിടയിൽ ആശാവർക്കർമാരുടെ സമരം തുടരുന്നു. സമരം 40 ദിവസത്തിലേക്ക് കടക്കുന്നു. നിരാഹാരം 2ാം ദിവസമാണ്. അതേപോലെ തന്നെ ഇനിയും നമ്മൾ കാണേണ്ടത് അവരുടെ സമര കാഴ്ചകൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതായത് അംഗൻവാടി ജീവനക്കാർ അവരും സമാനമായ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ സമരവാർത്തകൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ചിലത് വരുന്നത് വിനോദ്, പക്ഷെ നമുക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഞാൻ കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരുന്നു, പക്ഷെ അത് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അനുമതി തേടിയത് എന്ന് ചോദിച്ചാൽ ചൊവ്വാഴ്ച എന്നാണ് മന്ത്രി വീണ ജോർജ് ആദ്യം പറഞ്ഞത്. പക്ഷേ കേന്ദ്രം അത് വ്യക്തമാക്കുന്നത് ബുധനാഴ്ച രാത്രി മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത്രയും തിരക്കുള്ള ഒരു ആളുടെ അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നത് തലേ ദിവസം രാത്രി മാത്രമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അത് കിട്ടില്ല എന്നുള്ള പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഉറപ്പിച്ച് തന്നെയാണ് മന്ത്രി എങ്ങോട്ട് പോയത് എന്നുകൂടി നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം എല്ലാവരും അരി ആഹാരം കഴിക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ ആഹാരം കഴിക്കാൻ അരി കിട്ടുക, അതിൻ്റെ ആ ഒരു ആവശ്യം മുൻനിർത്തി തന്നെയാണ് ആശമാർ അവിടെ സമരം ചെയ്യുന്നത്. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടോ അവരുടെ കൂടെ കരഞ്ഞതുകൊണ്ടോ അവർക്ക് അരി കിട്ടുകയില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇൻസെൻറ്റീവിൻ്റെ കാര്യമല്ല, ഓണറേറിയത്തിൻ്റെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. സംസ്ഥാനം അക്കാര്യത്തിലൊരു തീരുമാനമെടുത്ത് പറയൂ എന്നുള്ളത്. ഏതായാലും അതിങ്ങനെ നീണ്ടുപോവുകയാണ്. അവരുടെ നിരാഹാര സമരം തുടരുകയുമാണ്. സമരത്തിൻ്റെ വാർത്തകളാണ് രശ്മി കാർത്തിക നൽകിയത്. നമുക്കിനി മറ്റൊരു വ്യത്യസ്തമായ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, ആന എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രേക്ഷകരാണെങ്കിലും വിചാരിക്കും എവിടെയെങ്കിലും കാട്ടാന പ്രശ്നമാക്കിയിട്ടുണ്ടാകുമെന്ന്. ഭീതിപ്പെടുത്തുന്ന ആനക്കലിയാണ് നമ്മൾ ഈ വാർത്തകളിൽ എപ്പോഴും കാണാറുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആന അഴകിൻ്റെ ചില നല്ല കാഴ്ചകൾ കൂടിയാണ്. അതിലേക്ക് പോകാം. സൗമ്യരായ ചില ഗജരാജാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടാനക്കൂട്ടത്തിൽ. 50 വയസ്സ് തികയ്ക്കുന്ന മൗട്ടത്ത് രാജേന്ദ്രനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രാജേന്ദ്രനെ സൗമ്യ സ്വഭാവത്തിൽ മാത്രമേ ആരും കണ്ടിട്ടുള്ളൂ. കൊമ്പൻ്റെ ഈ സ്വഭാവ സവിശേഷതയ്ക്ക് കലിയുഗ സൗമ്യ പ്രതാപി പട്ടം നൽകി ആദരിച്ചിരിക്കുകയാണ് ഗജതാണ്ഡവം ആനപ്രേമി സംഘം. സൗമ്യ സ്വഭാവം, 10 അടിക്കൊത്ത പൊക്കവും അഴകും ഗജസൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നു. അഴകിലും അനുസരണയിലും സമാനതകളില്ലാത്ത സൽപ്പേരാണ് ഈ കൊമ്പനുള്ളത്. ഈ ഗുണങ്ങളാണ് കലിയുഗ സൗമ്യ പ്രതാപി പട്ടം നൽകി രാജേന്ദ്രനെ ആദരിക്കാൻ ഗജതാണ്ഡവം ആനപ്രേമി സംഘത്തെ പ്രേരിപ്പിച്ചത്. മലയാനപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമഠം സുരേഷ് ഭട്ടതിരി പങ്കെടുത്തു. 2.5 പതിറ്റാണ്ടിലധികം രാജേന്ദ്രനെ വഴി നടത്തുന്ന സാരഥി പഴകുളം അനിയെയും 2ാം ചട്ടക്കാരനായ രാജേഷ് പള്ളിക്കിനെയും ക്ഷേത്രതന്ത്രി ആദരിച്ചു. ക്ഷേത്രോത്സവങ്ങളുമായി അനുബന്ധമായി ആനകളെ എഴുന്നള്ളിക്കുന്നത് നിയന്ത്രണങ്ങളും അതിൻ്റെ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ഒരു അകൽച്ച, അതുമായിട്ടുള്ള സമ്പർക്കത്തിന് അകൽച്ച പാലിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളോടുകൂടി ആന എഴുന്നള്ളിക്കുന്നത് ഉചിതമായൊരു മാർഗമായിരിക്കും. അതിനെ തീരെ ഒഴിവാക്കുവാൻ, ഉത്സവാധികാരങ്ങൾ തീരെ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. പല ക്ഷേത്രങ്ങളിലും ഇന്ന് നടന്നു വരുന്നത് ഉത്സവാധികാരങ്ങളിലൊക്കെ ആന എഴുന്നള്ളിക്കാറുണ്ട്. അതിന് നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട്, നിയമങ്ങളും നിയന്ത്രണങ്ങളിലും കൂടെ പാലിച്ചുകൊണ്ട് എഴുന്നള്ളിക്കാവുന്നതാണ്. കൊമ്പൻ രാജേന്ദ്രനെ ആനപ്രേമി സംഘം ആദരിച്ചപ്പോൾ അത് കണ്ടുനിന്നവർക്കും അവിസ്മരണീയ കാഴ്ചയായി മാറി. ജനം, പത്തനംതിട്ട. ആനയെ സംബന്ധിച്ച വാർത്ത എപ്പോഴും കൗതുകമുള്ളതാണ്. നിരവധി പ്രേക്ഷകർക്ക് താല്പര്യമുള്ള വാർത്തയുമാണ് ഈ ആനയെ സംബന്ധിച്ച എല്ലാ വാർത്തകളും. ഒരുപക്ഷെ ഈ ആനക്കലിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആ പ്രദേശത്തുകാർക്ക് ഒരു ഭീതി ഉണ്ടാവുമെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകളെല്ലാം ഈ ആനയെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നതൊക്കെ കാണുന്നതുമുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും ഒരു ഇടവേള എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതെ, ലോക കവിതാ ദിനമാണ്. ആ കവിതാ ദിനത്തിൽ നമുക്ക് ഇന്ന് ഒരു അതിഥിയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോക കവിതാ ദിനം. ഭാഷയുടെ സത്തയും സൗന്ദര്യവും പ്രകടമാക്കുന്ന കവിതകൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ദിനം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് കവിതാലാപനത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയ കോളേജ് അധ്യാപിക ഡോക്ടർ ലക്ഷ്മിദാസ് ആണ്. സ്വാഗതം ടീച്ചർ. ഇന്ന് ലോക കവിതാ ദിനം. നീറമൺകര NSS കോളേജിലെ മലയാളം അധ്യാപിക കൂടിയാണ് ഡോക്ടർ ലക്ഷ്മിദാസ്. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഈ കവിത ചൊല്ലൽ അല്ലെങ്കിൽ കവിത
ആലാപനം എന്നൊക്കെ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ലക്ഷ്മിദാസാണ് ഏറ്റവും മേളിൽ വരുന്നത്. അത് നിരവധി കവിതകൾ ചൊല്ലുന്നു. അത് ചെറുപ്രായത്തിൽ തന്നെ ഈ കവിതയോടൊരു താല്പര്യം വന്നോ? അത്തരം കാര്യങ്ങളിലേക്ക് ആദ്യം പോകാം എന്ന് തോന്നുന്നു. ചെറിയ പ്രായം മുതൽ കവിത കേൾക്കുമായിരുന്നു. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കവിതകൾ ചൊല്ലാറുണ്ട്. വീട്ടിൽ നടക്കുമ്പോഴും ഒക്കെ ചൊല്ലി കേൾക്കുന്ന ഒരു ശീലം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ കവിത മനസ്സിൽ എപ്പോഴും കയറിയത്. പിന്നെ ഈ അക്ഷരശ്ലോകം, കാവ്യകേളി തുടങ്ങിയ കലകൾ അഭ്യസിച്ചിരുന്നു ഒരു 6ാം ക്ലാസ് മുതൽ. അപ്പം അങ്ങനെ അത് എൻ്റെ ഈ കവിതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 2 കാര്യങ്ങളാണ്. അപ്പൊ യുവജനോത്സവങ്ങളിലും അക്ഷരശ്ലോക സദസ്സുകൾ അവിടെയൊക്കെ സജീവമായിരുന്നു ചെറുപ്പം? അതെ അതെ അതെ. ഏതാണ്ട് 6ാം ക്ലാസ് മുതൽ ഇപ്പോൾ ഡിഗ്രി, PG, BEd ഒക്കെ പഠിക്കുന്ന സമയത്തും മുഴുവൻ ഞാൻ ആ വേദികളിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട്, മത്സരിക്കാറുണ്ടായിരുന്നു. ഈ കവിത എപ്പോഴും മനോഹരമാകുന്നത് എത്ര നല്ല കവിത എഴുതിയാലും ആ കവിത ചൊല്ലി കേൾക്കുന്നതിലാണ്. ഇപ്പൊ നമുക്ക് വർത്തമാനത്തിലേക്ക് വരാം. ആദ്യം ടീച്ചർ ഒരു കവിത ചൊല്ലട്ടെ അല്ലേ? അതെ, ടീച്ചർ ഏറ്റവും പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആലപിച്ചിട്ടുള്ളതായിട്ടുള്ള എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് വേറെ കവിതയായിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ തവണ എൻ്റെ മകളൊക്കെ കവിത പഠിക്കുന്ന ആളാണ്. കൂടുതൽ തവണ കേട്ടിട്ടുള്ള നീലി എന്നുള്ള കവിത വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നീലി എനിക്ക് ഇഷ്ടമുള്ള കവിതയാണ്. പക്ഷേ എനിക്കിപ്പോൾ ചൊല്ലാൻ ആഗ്രഹം തോന്നുന്ന ഒരു കവിത പാലാ നാരായണൻ നായരുടെ ഒരു കവിതയുടെ കുറച്ച് ഭാഗമാണ്. കേരളം വളരുന്നു എന്നുള്ള കവിതയിലെ കുറച്ച് ഭാഗം ചൊല്ലാം. കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാ അറബിക്കടലിനും തൻ തിരക്കയ്യാലതിൻ അതിരിട്ടൊതുക്കുവാനായതിൽ ഇന്നോളവും അറിവും സംസ്കാരവും മേൽക്കുമേലൊഴുക്കുന്നോരുറവിൻ നികേതമാണി സ്ഥലം പുരാതനം. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിനുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. ഇവിടെ കിടക്കുന്ന കാട്ടുകല്ലിലുമുണ്ട് വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ. കാലടി പ്രദേശത്തിലുണ്ടായ വേദാന്തത്തിൻ കാലടിക്കമർന്നു പോയി ഹിമവൻ മുടി പോലും. ഈ കവിതകൾ അതിൻ്റെ ആലാപന ഭംഗി കൊണ്ട് മാത്രമല്ല, എങ്ങനെയാണത് ഭാഷയ്ക്കും സംസ്കാരത്തിനും നമ്മുടെ നാടിനുമൊക്കെ അല്ലേ വീണ്ടും വീണ്ടും ചൊല്ലിക്കേൾക്കുമ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് പ്രയോജനപ്രദമാകുന്നത്? കേൾക്കുന്ന ആളുകൾക്ക് അതെല്ലാം ഉള്ളിലേക്ക് വരുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതി എങ്ങനെയാണ് ടീച്ചർ? കാരണം പണ്ട് ഇപ്പോൾ ടീച്ചറെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം കേട്ട് വളർന്നു, അങ്ങനെയുള്ള ഒരുപാട് സദസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ വേദിയിലും സദസ്സിലും ഇഷ്ടംപോലെ ആളുകളെ കാണാറുമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? കവിത മത്സരവേദികളിൽ ഇപ്പോഴും ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. അതിപ്പം കവിതയാണെങ്കിലും അക്ഷരശ്ലോകമാണെങ്കിലും കാവ്യകേളിയാണെങ്കിലും ഒക്കെ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ അപ്പീൽ ഉൾപ്പെടെ സംസ്ഥാന തലത്തിൽ വരാറുണ്ട്. 14 ആണെങ്കിൽ 15 ഇത്തവണ എനിക്ക് തോന്നുന്നു കാവ്യകേളി മത്സരത്തിൽ 15 പേരോ മറ്റോ ആണ് മത്സരിച്ചതെന്ന് തോന്നുന്നു, അപ്പീൽ ഉൾപ്പെടെ വന്നിട്ട്. അപ്പം മത്സരിക്കാൻ കുട്ടികളുണ്ട്. പക്ഷെ അവരുടെ ആ കവിതയോടുള്ള സമീപനം എത്രത്തോളം പണ്ടത്തേതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മത്സരത്തിന് വേണ്ടി പഠിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ എന്താണ് കവിത, അല്ലെങ്കിൽ ആ കവിതയുടെ ഒരു ആശയം എന്താണ്, ഒരു ആത്മാവ് എന്താണെന്നുള്ളത് കുട്ടികൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. പിന്നെ കവിതകൾ കേൾക്കാൻ പണ്ടത്തെ അത്രയും കുട്ടികൾ ഇപ്പോൾ താല്പര്യം കുറച്ച് കുറവാണ്, അത്ര താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ചൊല്ലി 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 അവരുടെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും കവിതയൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ കവികളുടെ പുതിയ കവികളെ നോക്കുമ്പോൾ, നമ്മൾ ഇപ്പോൾ പുതിയ ആനുകാലികങ്ങൾ ഒക്കെ നോക്കുമ്പോൾ യുവ കവികൾ
നിരവധിയുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലാണ് ഇപ്പോൾ കവിത കൂടുതലും വരുന്നത്. ഇപ്പോൾ ആർക്കും കവിത എഴുതാം എന്നുള്ള നിലയിലേക്ക് വരുന്നു. നേരത്തെ വൃത്തം വേണമായിരുന്നു, അതിന് കൃത്യമായി ഭാഷ അല്ലെങ്കിൽ കവിത എഴുതുന്നതിന് കൃത്യമായ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തും കവിതയാണ്, ഗദ്യ കവിതയുണ്ട്, എന്തും കവിതയായി വരുന്നു. ഇപ്പോഴും നിയമങ്ങളുണ്ട്, അത് വേണ്ടവർക്ക് ഉപയോഗിക്കാം, താല്പര്യമില്ലാത്തവർക്ക് വേണ്ട ഗദ്യ കവിത എഴുതാം എന്നുള്ള ഒരു രീതിയാണ്. പിന്നെ ഈ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ഏറ്റവും എളുപ്പം സോഷ്യൽ മീഡിയയാണ്. എന്തെഴുതുന്നോ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ കിട്ടുന്നുണ്ട്. ഏത് നല്ലതാണോ മോശമാണോ പലതരത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു എളുപ്പം കൂടുതലായിട്ട് വന്നപ്പോൾ ആളുകൾ കൂടുതൽ എഴുതി തുടങ്ങി. എന്നാൽ എനിക്കും എഴുതി നോക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വൈവിധ്യമാർന്ന ഭാഷകളുടെ ഒരു പ്രോജ്വലനം അതുകൂടി ഈ ദിനം കൊണ്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ വൈവിധ്യമാർന്ന ഭാഷകളിൽ നമ്മൾ പറയുമ്പോൾ മലയാളം തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ മലയാളത്തിൽ ഏറ്റവും മലയാള ഭാഷയെ പോലും വർണ്ണിച്ചുകൊണ്ട് മഹാകവി വെണ്ണിക്കുളം എഴുതിയ മാണിക്യവീണ എന്ന മനോഹരമായ കവിത, അത് ടീച്ചർ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായി അതൊന്ന് മാണിക്യവീണ. ഭാഷയെക്കുറിച്ചുള്ള ഒരു കവിത എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന കവിതയാണ് വെണ്ണിക്കുളത്തിൻ്റെ മാണിക്യവീണ. അതിലെ കുറച്ച് വരികൾ ചൊല്ലാം. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ, വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ, ജീവന്നു നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ, നിൻമുലപ്പാലിന്റെ വീര്യം ഉൾക്കൊണ്ടതെൻ ജന്മജന്മാന്തര പുണ്യമല്ലേ, വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ. നമ്മുടെ പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിൽ കവിത ചോദിച്ചു തുടങ്ങി. അതായത് പ്രേമസംഗീതം ചൊല്ലാമോ, ഉള്ളൂരിന്റെ പ്രേമസംഗീതം ചൊല്ലാമോ ഒക്കെ ചോദിച്ച് രാമായണം ചൊല്ലി കേട്ടിട്ടുണ്ട്. അതെ, രാമായണം നമ്മുടെ ജനൻ ടി വിയുടെ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും പ്രേക്ഷകരിലേക്ക് രാമായണത്തിന്റെ ഓരോ ഭാഗങ്ങൾ എത്തിച്ചിരുന്നത് ടീച്ചറായിരുന്നു. നന്നായി കവിതാ പാരായണം നന്നായി എന്ന് പറയുന്നു ആളുകൾ. അപ്പൊ നമുക്ക് ഈ പ്രേമസംഗീതം പ്രേമസംഗീതത്തിന്റെ കുറച്ച് ഭാഗം ഉള്ളൂരിന്റെ പ്രേമസംഗീതം ഏറ്റവും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നായാൽ പോലും നമുക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കവിതയാണ് പ്രേമസംഗീതം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അത് വലിയൊരു തത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. അതിന്റെ കുറച്ച് ഭാഗം ചൊല്ലാം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം, ഭക്ത്യനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു, അതിനൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൻ, നഹോ തമസ്സാം അതിനടിപ്പെട്ടാലകാല മൃത്യുഭയം, മാരണദേവതയാമതു മാറ്റും മണവറ പട്ടടയായി, മടുമലർവാടിക മരുപ്പറമ്പായി നാഗം നാരകമായി. അതേസമയം ഈ കവിത ചൊല്ലി കേട്ടപ്പോൾ തന്നെ ഇന്ന് ലോക വനദിനം കൂടിയാണല്ലോ, അതും കൂടി ഓർക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതി സംരക്ഷണത്തിനായും അല്ലെങ്കിൽ നമ്മുടെ കാടുകളെക്കുറിച്ചും ഒക്കെയും ഒട്ടനവധി കവിതകൾ അങ്ങനെയും വന്നിട്ടുണ്ട്. അതെല്ലാം സജീവമായി ഒരുപക്ഷെ നമ്മൾ ചൊല്ലി കേൾക്കുന്നതുമാണ്. അത് അത്ര കണ്ട് ആവശ്യവുമാണ് നമുക്ക്. അങ്ങനെ ഒരു കവിത ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ പ്രമുഖരായ കവികളെല്ലാം ഒരുപക്ഷെ വനം, പരിസ്ഥിതി, ഈ വിഷയങ്ങളെല്ലാം മലയാളത്തിൽ
ധാരാളമായിട്ട് കവിതകൾ വന്നിട്ടുള്ള ഒരു ഒട്ടുമിക്ക വിഷയമാണ്. കവികളും അതൊക്കെ സുഗതകുമാരി ടീച്ചർ, ONV സാർ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ONV സാറിൻ്റെ ഒരു കവിത കുറച്ച് ഭാഗം ചൊല്ലും. അദ്ദേഹത്തിൻ്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിതയിലെ കുറച്ച് വരികളാണ്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു, പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു, മണ്ണിലും വിണ്ണിന്റെ മാറിലെ ചാന്തു തൊട്ടഞ്ജനമിടുന്നു, ഒരു വസന്തത്തിനു വളർപന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു, ആയിരം പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാടുറുതു കന്യയുടെ ആർദ്രത നടുന്നു, തളിരായുമിലയായുമിതൾ വിരിയുമഴകായും ഇവിടെ നിറമേളകൾ മിഴികളിൽ നടുന്നു, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, പല തൈ നടുന്നു, പല തണൽ നടുന്നു. നമുക്ക് സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത വേണമെന്നും പ്രേക്ഷകർ പറയുന്നു. ടീച്ചർ ഏതെങ്കിലും സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത കൂടി. സുഗതകുമാരി ടീച്ചർ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന, അത് വളരെ തീക്ഷ്ണമായ ഒരു കവിതയാണ്. സത്യത്തിൽ ഈ രാവിലെ അങ്ങനെ ഒരു കവിത ചൊല്ലുന്നത് തന്നെ, കവിത കേൾക്കുമ്പോൾ നമുക്ക് ആ മനസ്സിൽ ഉണ്ടാവുന്ന ചില വികാരങ്ങളുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് എത്രത്തോളം അത് അവരുടെ മനസ്സിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. അത്തരത്തിലൊരു കവിതയാണിത്. അതായത് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒക്കെ ധാരാളം മരിച്ച കുഞ്ഞുങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായ കവിതയാണ്. അപ്പോൾ ആ ഒരു മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന ഒരു കവിതയിലെ കുറച്ച് വരികൾ ശരിക്കും പറഞ്ഞാൽ അത് ചൊല്ലാൻ തന്നെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നും അത് വായിച്ചു കഴിയുമ്പോൾ. എങ്കിലും അതിലെ കുറച്ച് ഭാഗം ഒന്ന് ചൊല്ലാം. മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, മഹാനഗരത്തിൻ നടുക്കു നിന്നു ഞാൻ അവരുടെ മിണ്ടാവരവു കാണുന്നു, മിഴിഞ്ഞ കണ്ണുകൾ, മുറിഞ്ഞ ചുണ്ടുകൾ, ഒടിഞ്ഞു തൂങ്ങിയോരിളം കഴുത്തുകൾ, ഉടഞ്ഞ നെഞ്ഞുകൾ, ചതഞ്ഞ മെയ്യുകൾ, തുടകളിൽ ചോരക്കറയൊലിപ്പുകൾ, മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മെ തിരക്കി കൈനീട്ടി ഇതാ വരുന്നുണ്ട്, മരിക്കും മുമ്പെത്ര വിളിച്ചിരിക്കണം, വിറച്ചു പേടിച്ച് തളർന്ന് നൊന്തു നൊന്ത് അതിലും നൊന്തു നൊന്തിവർ എത്ര പിടഞ്ഞെത്ര വിളിച്ചിരിക്കണം, മരിക്കും മുൻപ് എത്ര വിളിച്ചിരിക്കണം. ഇങ്ങനെ ഒരു കത്തി നമ്മൾ സ്വയം നമ്മുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്ന ഒരു ഫീലിംഗ്. കേൾക്കുന്തോറും അത് നമുക്ക് വേദന ശരിക്കും അനുഭവിക്കാൻ കഴിയുന്ന, അത് ആ കാലഘട്ടവുമായി കൂടെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് വായിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പോലും ഈ ചങ്ക് വിടയുന്ന ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് ടീച്ചർ? വിചാരകേന്ദ്രത്തിന്റെ പരിപാടികളിലൊക്കെ ടീച്ചറെ കണ്ടിട്ടുണ്ട്? വിചാരകേന്ദ്രത്തിന്റെ പരിപാടികൾക്ക് പോവാറുണ്ട്. തപസ്യ കലാ സാംസ്കാരിക വേദിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. തപസ്യയുടെ സംസ്ഥാന സമിതി അംഗമാണ്. അങ്ങനെയുള്ള പരിപാടികളിലെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്.
ടീച്ചർ കവിത എഴുതുന്ന ആളാണ്. ഞാനിവിടെ എത്തിയപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ ടീച്ചറിന്റെ സ്വന്തം കവിതയുണ്ട്. അപ്പോൾ അത് ചൊല്ലണ്ടേ? മറ്റ് പ്രമുഖ കവികളുടെ കവിതകൾ ചൊല്ലുന്നു. അപ്പോൾ മലയാള അധ്യാപികയാണ്. അപ്പം സ്വയമായി കവിത എഴുതാറുമുണ്ട്. അപ്പോൾ ആ കവിത കൂടി നമുക്ക്. ഞാനങ്ങനെ സ്ഥിരമായിട്ട് കവിത എഴുതുന്ന ഒരാളല്ല. വല്ലപ്പോഴേ ഞാൻ കവിത എഴുതാറുള്ളൂ. അങ്ങനെ എഴുതിയ കവിതകളൊന്നും അധികം ഞാൻ വെളിച്ചം കാണിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു കവിത കുറച്ച് ഭാഗം എനിക്ക് തോന്നുന്നു, ഞാൻ ആ വയനാട്ടിലെ ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എപ്പോഴോ മനസ്സിൽ കിടന്ന ഒരു കാര്യം ഒന്ന് എഴുതി വെച്ചതാണ്. എൻ്റെ വളരെ കുറച്ച് വരികൾ ഞാനൊന്ന് ചൊല്ലാം. ഉറപ്പായിട്ട്. ഒരു നാളിൽ ഞാനീ മണ്ണിൽ വീണു, കുറെ നാൾ ഉറക്കത്തിലാണ്ടുപോയി. ഒരു നാളിൽ ഞാനീ മണ്ണിൽ വീണു, കുറെ നാൾ ഉറക്കത്തിലാണ്ടുപോയി. പിന്നെ ഞാൻ കൺചിമ്മി നോക്കുമ്പോഴേക്കതാ മലകൾക്കു മുകളിൽ പ്രഭാതമായി. ഇലകൾ കൊഴിഞ്ഞൊരാ ചെമ്മണ്ണു പാതകളിൽ ഇരുളും വെളിച്ചവും മാറി വന്നു. ഹരിതാഭചാരമായി മാറിയിട്ടും നഖമുനകളാൽ നാൾ നിറഞ്ഞിട്ടും ഒരു തുള്ളി മിഴിനീരു പൊഴിയാതെ ധര ഇന്നു കരയാതെ കരയുന്ന കാഴ്ച കണ്ടു. തണലുകൾ മുറിഞ്ഞതും ഹൃദയം പിളർന്നതും ഒരു വേള നീയൊന്നുമറിയാതെയായി. കരിനീലനാഗമായൊഴുകുന്ന പുഴകളും ഒരു നോട്ടമമ്മയെ നോക്കി നിന്നു. വെളിച്ചം കണ്ടേ മതിയാകൂ ഈ കവിത, അല്ലേ? മൂടി വെക്കാൻ പാടില്ല. ഇതൊരു പുസ്തക രൂപത്തിൽ വരുമ്പോൾ അതിന്റെ താഴെ കൊടുക്കണം, ഞാൻ ജനൻ ടിവിയിൽ ആദ്യമായി അവതരിപ്പിച്ച കവിത എന്ന് കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് കൂടി ഇത് ചൊല്ലാനുള്ള അവസരം അപ്പോഴല്ലേ? അതെ അതെ അതെ, ബാക്കി കുട്ടികൾ കൂടി അത് ചൊല്ലട്ടെ. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ മലയാള സിനിമയിൽ നമ്മളെ ഗാനങ്ങൾ പാടി പതിഞ്ഞുപോയ ഗാനങ്ങളിൽ ഒരുപാട് കവിത ഉള്ളതായി നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ വരുന്ന ഗാനങ്ങളിൽ അല്ല, അന്നൊക്കെ വയലാറിനെ പോലുള്ള ആളുകളായിരുന്നു സിനിമയ്ക്ക് പാട്ട് എഴുതിയിരുന്നത്. ഇപ്പോഴും നല്ല കവികൾ പാട്ട് എഴുതുന്നുണ്ട്. പക്ഷെ സിനിമയ്ക്ക് പാട്ട് എഴുതുമ്പോൾ അവരുടെ കവിതകളൊക്കെ എവിടെ പോകുന്നു എന്ന് നമ്മൾ, അല്ലെങ്കിൽ അവരുടെ കവിത്വം, അവരുടെ വഴികളിലെ കവിത്വം എവിടെ പോകുന്നു നമ്മൾ ആലോചിച്ച് പോകാറുണ്ട്. എങ്കിലും മലയാള സിനിമയിൽ നമുക്കറിയാം കവിതകളുള്ള പാട്ടുകൾ തന്നെ ധാരാളം വരുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായത് എനിക്ക് തോന്നുന്നു മധുസൂദനൻ സാർ എഴുതിയ ഇരുളിൻ മഹാനിദ്രയിൽ. അത് സാറ് ചൊല്ലുന്ന പോലെ വേറെ ആരും ചൊല്ലില്ല. മധുസൂദനൻ സാറിന്റെ കവിതയ്ക്കൊക്കെ അങ്ങനെ പ്രത്യേകതയുണ്ട്. സാറിന്റെ കവിത വേറെ ആരെങ്കിലും ചൊല്ലാൻ പോയത് പാളിപ്പോവും. കാരണം സാർ അത്രമാത്രം. പിന്നെ കവിതകള് സിനിമയിലല്ലാതെ ഒരുപാട് ഇപ്പം സംഗീതം കൊടുത്ത് കവിതകൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പൊ NN കക്കാന്റെ സഫലമീ യാത്രയൊക്കെ കുറെ വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു ഞാൻ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ കവിതയാണ്. പക്ഷെ അങ്ങനെ സംഗീതം കൊടുത്ത് ഇറങ്ങുന്ന കവിതകൾ പലതും ആളുകളെ ആകർഷിക്കാറുണ്ട്. എന്നാൽ ചിലത് ആ സംഗീതം കൊടുക്കുമ്പോൾ ആ കവിതയിലെ ആത്മാവങ്ങ് ചോർന്നു പോകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സംഗീതമാണല്ലോ ആദ്യം ഉണ്ടാകുന്നത്, അതിനുശേഷമാണല്ലോ വരികൾ ഒപ്പിച്ച് എഴുതുന്നത്. നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്, ഈ കവിത കേട്ടിട്ട് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു കവിതയോട് കൂടിയൊക്കെ നമുക്ക് തുടങ്ങണമെന്ന്. അത് പ്രായോഗികമല്ല. ഇന്ന് ടീച്ചറെ വളരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. കവിതാ ദിനമായതുകൊണ്ട് ടീച്ചറെ കൊണ്ടുവന്നതാണ്. എന്തായാലും നീലി എന്ന് പറഞ്ഞ കവിതയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതും കൂടി ഒന്ന് പ്രേക്ഷകർക്കായി ഒന്ന് ചൊല്ലണം. ഏഴാച്ചേരിയുടെ എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധേയമായ ഈ കലോത്സവ വേദികളിൽ അതെ, കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമാണ് ആ കവിത മിക്കപ്പോഴും. ഇപ്പോൾ കോളേജിൻ്റേതായാലും സ്കൂളിൻ്റേതായാലും ഒരു കുട്ടിയെങ്കിലും ആ കവിത ചൊല്ലി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന്, അതിന്റെ വരികൾ എനിക്ക് മുഴുവൻ ഓർമ്മയില്ല, കുറച്ച് ഭാഗം മതി. കള്ളിയങ്കാട്ടെ കറുത്ത നീലി, കള്ളിയങ്കാട്ടെ കറുത്ത നീലി, നിന്റെ കണ്ണുകളിലിപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. നിന്റെ കണ്ണുകളിലിപ്പോഴും തീനാളമുണ്ടെന്ന് കാടു പറയുന്നു. അവിടെയും കാട് വന്നു. ഓക്കെ, ഏതായാലും
എനിക്ക് തോന്നുന്നു അത് ഒരു യാത്ര, അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു. അതെ, അതെ, ഈ കവിത ഇത്രയും നമ്മളിങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അതെ, കവിതാ ദിനവും ആയിക്കോട്ടെ വനദിനവും ആയിക്കോട്ടെ, രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലെ നമ്മൾ ആത്മാവ് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വളരെ നന്ദിയുണ്ട്. അതെ, ഈ കവിതാ ദിനത്തിൽ ഡോക്ടർ ലക്ഷ്മിദാസിനെ അതിഥിയായി കിട്ടിയതിൽ മനുഷ്യ മനസ്സിന്റെ ഒരു സൃഷ്ടിപരമായ ആത്മാവിനെ പിടിച്ചെടുക്കുന്ന ഒന്നാണ് കവിത എന്ന് പറയും. ആ ഒരു ദിവസത്തെ കവിതയുടെ ആ ഒരു കഴിവിനെ അംഗീകരിക്കാനുള്ള ഒരു ദിവസമായിട്ടായിരിക്കും ഈ കവിതാ ദിനം. ഇപ്പം മനസ്സിനെ അത്രയും പിടിച്ചെടുക്കുന്ന, ഇപ്പൊ വയലാറിനെ പോലുള്ള കവികൾ തന്നെ എഴുതിയിട്ടുണ്ട്. വാളല്ലൻ സമരായുധം, ക്ഷണക്ഷണധ്വാനം മുഴക്കിയിടുവാനാളല്ലൻ, കരവാളു വിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ, താളം രാഗലയ ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. അതൊന്ന് ചൊല്ലു ടീച്ചർ, ഇങ്ങനെ പറയാതെ. വാളല്ലൻ സമരായുധം, ഝണധ്വാനം മുഴക്കിടുവാനാളല്ല, എൻ കരവാളു വിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ, താളം രാഗലയ ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനുമിന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. കവിതയെ ലഹരിയാക്കാൻ കഴിയട്ടെ, മറ്റെല്ലാ ലഹരികളും മാറ്റിവെച്ച് കവിതയെ ലഹരിയാക്കാൻ ഏവർക്കും സാധിക്കട്ടെ. ഭാഷയെ സ്നേഹിക്കാൻ കഴിയട്ടെ. തീർച്ചയായും കവിതയെ ലഹരിയാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. പ്രത്യേകിച്ചും ലഹരി അതായത് ലഹരിയാണ് ഇപ്പോഴത്തെ യുവസമൂഹത്തെ ഏറ്റവും കൂടുതൽ, നമ്മുടെ കേരളത്തെ പോലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ആകെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ലഹരി. അപ്പോൾ ആ ലഹരിയൊക്കെ മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള കവിതാ ലഹരിയിലേക്ക് കുട്ടികൾ വരട്ടെ. ഞങ്ങളും അതിനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ചില ശ്രമങ്ങളും. വളരെ നന്ദി ടീച്ചർ ഈ ദിവസം എത്തിയതിൽ. ഇനി മറ്റു വാർത്തകളിലേക്ക് വരാം. PFI SDPI ബന്ധത്തിൽ കൂടുതൽ SDPI നേതാക്കൾ നിരീക്ഷണത്തിൽ. നേതാക്കളുടെ മുൻ സാമ്പത്തിക ഇടപാടുകൾ, ധനസമാഹരണങ്ങൾ എന്നിവയിൽ EDയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. PFI SDPI കള്ളപ്പണ കേസുകളിൽ സംസ്ഥാനത്ത് ED നടത്തിയ തുടർച്ചയായ റെയ്ഡുകളിൽ നിർണായക രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നമുക്കറിയാം SDPIയുടെ പ്രധാനപ്പെട്ട അവരുടെ ഓഫീസുകൾ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്ന അവരുടെ വീടുകൾ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ഇവർക്ക് PFIയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ SDPIക്ക് മേലുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുകയല്ലേ അന്വേഷണ സംഘം? ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ SDPIയും PFIയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന, അതായത് പുറമെ SDPI പറഞ്ഞിരുന്നത് PFIയുമായി യാതൊരു ബന്ധവുമില്ല, ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് SDPI പ്രവർത്തിക്കുന്നത്, PFIയുടെ ആശയങ്ങളല്ല SDPIയുടെ ആശയങ്ങൾ എന്നെല്ലാമായിരുന്നു ഇവർ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിരോധിത ഭീകര സംഘടനയായ PFIയും ഒപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPIയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ട് സംഘടനകൾക്കും ഒരേ നിയന്ത്രണങ്ങളാണുള്ളത്, ഒരേ സ്ഥലത്ത് നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല ആശയങ്ങളടക്കം നേരത്തെ രാജ്യവിരുദ്ധ ആശയങ്ങൾ, മതഭീകരവാദ പ്രചരണമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചത്. എന്നാൽ ആ നിരോധിച്ചതിന് ശേഷവും SDPI എന്ന ഒരു മറയിലൂടെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു PFI നടത്തിയിരുന്നത്. ഇതിനുവേണ്ടി നിരവധി യോഗങ്ങൾ ചേർന്നു PFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മാത്രമല്ല SDPIക്ക് പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ പോലും, യുവജനങ്ങളുടെ എന്ന പേരിൽ യുവജന സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് PFIയുടെ ആളുകളെ അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങൾ പോലും വ്യാപകമായി തന്നെ 2023, 2024 കാലഘട്ടത്തിലെല്ലാം നടക്കുകയും എല്ലാം ചെയ്തു. ഇതിനെ തുടർന്നാണ് വലിയൊരു അന്വേഷണം വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തുന്നതും ഇതിൻ്റെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഡൽഹി യൂണിറ്റ് നിരവധി രേഖകളും തെളിവുകളും എല്ലാം പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ മുതൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ വരെയുള്ള ആളുകളെയാണ് SDPIയുടെ അന്വേഷണ സംഘങ്ങൾ, വിവിധ അന്വേഷണ സംഘങ്ങൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, കഴിഞ്ഞ ഏതാനും വർഷത്തെ ഇവരുടെ
പ്രവർത്തനങ്ങൾ ഇവരുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിരോധിത ഭീകര സംഘടനയുടെ മുൻ ഭാരവാഹികളുമായി ഏതെല്ലാം തരത്തിലാണ് SDPIയുടെ നിലവിലെ ഭാരവാഹികൾ ബന്ധപ്പെട്ടിരുന്നത്, അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയെല്ലാമാണ് കണ്ടെത്തിയിരുന്നത്, സംഘടനയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയെല്ലാമാണ് കണ്ടെത്തിയിരുന്നത്, വ്യക്തിപരമായി എന്തെല്ലാം സാമ്പത്തിക നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വ്യക്തിപരമായി അക്കൗണ്ടിലേക്ക് പണം എത്തിക്കൊണ്ട് അത് സംഘടനയ്ക്ക് വേണ്ടി മാറുന്ന അല്ലെങ്കിൽ കൈമാറുന്ന ഒരു രീതി അനുവർത്തിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇത്രയധികം നേതാക്കളെ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല മാർച്ച് ആദ്യവാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. കേരളത്തിലടക്കമായിരുന്നു ഈ റെയ്ഡുകൾ. ആ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും എല്ലാം കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞു. അതിനുശേഷമാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹെഡ്ക്വാർട്ടറിന്റെ ഭാഗമായിട്ടുള്ള ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിലെ ആളുകൾ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ വ്യാപകമായി വീണ്ടും കേരളത്തിൽ പരിശോധനയ്ക്കായി ഇന്നലെ എത്തിയതും അങ്ങനെ പാലക്കാടും കോട്ടയത്തും തുടർച്ചയായ പരിശോധനകൾ നടക്കുകയും ഒപ്പം തന്നെ മലയാളി ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി തന്നെയായിരുന്നു ഈ പരിശോധനകളെല്ലാം തന്നെ നടന്നത്. കൊച്ചി യൂണിറ്റിൽ നിന്നും ഒപ്പം തന്നെ കോഴിക്കോട് യൂണിറ്റിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെത്തി. CRPIFന്റെ സുരക്ഷ കൂടി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു 3 യൂണിറ്റുകൾ ഡൽഹിയിൽ നിന്ന് എത്തി ഈ പരിശോധനയ്ക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയത്. അതേസമയത്ത് തന്നെ കോയമ്പത്തൂരും സമാനമായി തന്നെയുള്ള പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വരികയും നിരവധി വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ SDPIയുടെ PFI ബന്ധത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നു. SDPIക്കെതിരെ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് വിവിധ അന്വേഷണ ഏജൻസികൾ നീളുന്നത്. കാരണം അതിനെ ഒരു മറയാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു മുഖമായിക്കൊണ്ട് PFIയുടെ മുഖമായിക്കൊണ്ട് SDPI പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായതോടുകൂടി അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളടക്കം മനസ്സിലാക്കിക്കൊണ്ടും കാരണം PFIക്ക് വലിയ ഫണ്ട് നേരത്തെ തന്നെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് SDPIക്ക് PFI ആയിരുന്നു ഫണ്ടുകൾ നൽകിയിരുന്നത്. ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ തരത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലടക്കം SDPI സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിലേക്ക് അത് ഇടതു വലത് മുന്നണികളുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി ചിലപ്പോൾ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാറുണ്ട്. അങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്ന SDPIക്ക് വന്നിരുന്ന ഫണ്ടുകളെല്ലാം തന്നെ PFI കേന്ദ്രങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടിയാണ് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നതും. അങ്ങനെയാണ് നേതാക്കളെ നിരീക്ഷണത്തിലാക്കിക്കൊണ്ട് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതെ, SDPIക്കെതിരെയുള്ള അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ്. അവർക്കെതിരെ നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് PFIയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നിരവധി രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ. RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ഇന്ന് ബംഗളൂരുവിൽ തുടക്കമാവുകയാണ്. ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് 3 ദിവസത്തെ ബൈഠക് രൂപം നൽകും. രാവിലെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളയും ഭാരതമാതാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടെ യോഗത്തിന് തുടക്കമാകും. ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹവും ഇതര ന്യൂനപക്ഷങ്ങളും നേരിടുന്ന പീഡനങ്ങളിൽ പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയവും പ്രതിനിധി സഭ അംഗീകരിക്കും. ഗൗതം അനന്തനാരായണ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, എപ്പോഴാണ് തുടങ്ങുന്നത്? വിവരങ്ങൾ എന്താണ്? വീണ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ഇന്ന് ബംഗളൂരുവിൽ തുടക്കമാകുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് സംഘത്തിന്റെ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങൾ ഈ 3 ദിവസത്തെ യോഗം കൃത്യമായി വിലയിരുത്തി അതിനൊരു രൂപരേഖ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. സംഘത്തിന്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് വരുന്ന ഒക്ടോബർ മാസത്തിലെ ഈ വർഷത്തെ വിജയദശമി മുതൽ അടുത്ത വർഷം 2026 വിജയദശമി വരെയുള്ള ഒരു വർഷമാണ്. ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് സംഘം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനും അതിൻ്റെ ശാഖകളുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പഞ്ചപരിവർത്തന ആശയം മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ നടത്തേണ്ടതായിട്ടുള്ള പ്രചരണങ്ങൾ, അങ്ങനെ വളരെ വിപുലമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങളാണ് ഈ 3 ദിവസത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭ പ്രധാനമായും ചർച്ച ചെയ്യുന്നതിനും അതിന് രൂപം നൽകുന്നതും. ഒപ്പം മറ്റ് സംഘടനാപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാർഷിക റിപ്പോർട്ട് 2024-25 വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വാർഷിക റിപ്പോർട്ട് ഈ പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 32 വിവിധ ക്ഷേത്ര
വിവിധക്ഷേത്ര സംഘടനകളുടെ അധ്യക്ഷന്മാരോ അതല്ലെങ്കിൽ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരോ ഈ പ്രതിനിധി സഭയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ നടക്കും. സാധാരണയായി സംഘത്തെ സംബന്ധിച്ച് ഒരു വർഷം 2 പ്രധാനപ്പെട്ട ബൈഠക്കുകളാണ് നടക്കുന്നത്. ഒന്ന് മാർച്ച് മാസത്തിൽ എല്ലാ വർഷവും നടക്കുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ. ഇതാണ് സംഘത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ബോഡി എന്നുള്ളത്. ഇത് കൂടാതെ പിന്നീട് ഒക്ടോബർ നവംബർ മാസങ്ങളിലോ നടക്കാറുള്ള അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്കാണ്. അങ്ങനെ ഒരു വർഷത്തിൽ RSSന്റെ 2 പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നാണ് അഖില ഭാരതീയ പ്രതിനിധി സഭ. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് ബംഗളൂരുവിൽ RSSന്റെ മോഹൻ ഭാഗവത്, അത് സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും അതോടൊപ്പം തന്നെ സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളയും ഭാരത് മാതാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടുകൂടിയാണ് ഈ 3 ദിവസത്തെ ബൈഠക്കിന് തുടക്കമാകുക. ഏതാണ്ട് 1500 പ്രതിനിധികൾ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ 3 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. അഖില ഭാരതീയ പ്രതിനിധി ചുമതലയിലുള്ളവർ, അതുകൂടാതെ തന്നെ ക്ഷേത്രീയ പ്രാന്തീയ അധികാരികളും വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് എത്തുന്ന പ്രതിനിധികളും, അങ്ങനെ 1500 പ്രതിനിധികൾ. ഇതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരും അധ്യക്ഷന്മാരുമൊക്കെ ഈ യോഗത്തിന്റെ ഭാഗമാകുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. ഇനി നമുക്ക് കേരളത്തിലെ വാർത്തയിലേക്ക് വരാം. കേരളത്തിലേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. കൊച്ചി വിമാനത്താവളം വഴിയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ പിടിച്ചത് 85 കിലോഗ്രാമിലേറെ കഞ്ചാവെന്ന് കണക്കുകൾ. ലഹരി കേസുകൾ വർദ്ധിക്കുമ്പോഴും അന്വേഷണത്തിന് എക്സൈസ് വകുപ്പിന് പരിമിതികൾ ഏറെയാണ്. മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതും സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വാർത്തകൾ നേരത്തെ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മേക്കപ്പ് മാൻ ഇത്തരത്തിലുള്ള കഞ്ചാവുമായിട്ട് പിടിക്കുന്ന സംഭവങ്ങളുണ്ടായി. കൊച്ചി വഴിയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് കടത്ത് നടത്തുന്നത്. 85 കിലോയോളം കഞ്ചാവ് അടുത്ത കാലത്ത് തന്നെ പിടിച്ചു എന്നുള്ളത് കണക്ക്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സൈസ് വകുപ്പിന് ജീവനക്കാരുടെ കുറവുണ്ട്. ഏറ്റവും ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ അവർക്കില്ല. ഈ പരിമിതികളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും പിടികൂടുന്നത്. ജിജീഷ്. ശരിയാണ് വിനോദ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ തോതിലുള്ള പരിമിതികൾ ഒരു ഭാഗത്ത് നേരിടുന്നു. മറുഭാഗത്ത് വിവിധ തരം ലഹരികൾ, ഏറ്റവും വീര്യം കൂടിയ ലഹരികൾ തന്നെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു പശ്ചാത്തലവുമാണ്. അത് തടയാനുള്ള യാതൊരു നടപടികളിലേക്കും കടക്കാൻ സേനാബലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. സൈബർ സംവിധാനങ്ങളെ പൂർണ്ണമായും തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നെല്ലാമുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് അത് വലിയ ഒരു വിപത്തായി തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും വിമാന മാർഗമാണ്, വിമാനത്താവളങ്ങളിലൂടെയാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കടത്ത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കണക്കുകൾ വെച്ച് മാത്രം 10 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇത്തരത്തിൽ പിടികൂടിയത്. അത് തായ്വാനിൽ നിന്നെല്ലാമാണ് ഈ ലഹരികൾ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയിരുന്നത്. പിന്നീട് അതിന് വീര്യം കൂട്ടാൻ വേണ്ടി മറ്റ് ലഹരി വസ്തുക്കൾ കൂടി ഹൈബ്രിഡ് കഞ്ചാവിൽ ചേർക്കുന്നു അല്ലെങ്കിൽ കലർത്തുന്നു എന്നുകൂടി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അധികം. അതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വ്യാപകമായും കിലോ കണക്കിനും എത്തുന്നുണ്ട് എന്ന് വ്യക്തമായതോടുകൂടി തന്നെ DRAയും ഒപ്പം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എല്ലാം ഒരു ഭാഗത്ത് നിരീക്ഷണങ്ങൾ ശക്തമാക്കുന്നു. എന്നാൽ മറുഭാഗത്ത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം എക്സൈസും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പിടിക്കുന്നുണ്ട് എങ്കിൽ കൂടി വ്യാപകമായ ഒരു പരിശോധനകളിലേക്ക് കടക്കാൻ എക്സൈസിന് കഴിയുന്നില്ല. അവിടെ പരിമിതിയായിട്ടുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ അംഗബലം, സേനാബലം തന്നെയാണ്. പലപ്പോഴും 5 പോലീസ് സ്റ്റേഷനുകൾക്ക് വരെ ഒരു എക്സൈസിൻ്റെ ഒരു റേഞ്ച് മാത്രമാണ് ഉള്ളത്. ആ റേഞ്ചിലെ ഏതാനും ഉദ്യോഗസ്ഥർ വേണം ഈ അന്വേഷണങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകാനും പരിശോധനകൾക്കും ദിവസേനയുള്ള റൊട്ടീൻ പരിശോധനകൾക്കും എല്ലാം തന്നെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്റ്റേഷൻ പരിധികൾ വരുമ്പോൾ സ്വാഭാവികമായും കാര്യക്ഷമമായ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ കഴിയാറില്ല. ശരി ജിജീഷ്. നമ്മൾ ആശാ സമരത്തിലേക്ക് പോവുകയാണ്. രാവിലെ നമ്മൾ വാർത്ത ആരംഭിച്ചപ്പോൾ തന്നെ ആശാ സമരത്തിൻ്റെ വാർത്തകളാണ് നൽകിയത്. വീണ്ടും അവരുടെ ആ വാർത്തയിലേക്ക് തന്നെ പോകുന്നു. ആശാ സമരം തുടരുന്നതിനിടെ ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടി കത്ത് നൽകിയത് ബുധനാഴ്ച രാത്രിയാണ്. കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറുടെ അപേക്ഷയാണ് JP നദ്ദയുടെ ഓഫീസിലെത്തിയത്. അപേക്ഷ ചൊവ്വാഴ്ച നൽകിയെന്നായിരുന്നു മന്ത്രിയുടെ വാദം.
വിവരങ്ങളുമായി എസ് നന്ദഗോപൻ, അതുപോലെ തന്നെ രശ്മി കാർത്തിക എന്നിവർ ചേരുന്നു. ആദ്യം രശ്മി കാർത്തിക. രശ്മി, ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്ന വാദങ്ങളെല്ലാം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയുകയാണ്. ആദ്യം പറഞ്ഞത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായി അവർ മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്, പിന്നെ ആരോഗ്യമന്ത്രിയെ കൂടി കാണാൻ ശ്രമിക്കുന്നു, പറ്റുമെങ്കിൽ കാണും, അല്ലെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ കാണുമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ ആശമാരുടെ വിഷയത്തിനൊന്നും അല്ല മന്ത്രി ഡൽഹിക്ക് പോയത്. പിന്നെ മന്ത്രിക്ക് കത്ത് നൽകി അല്ലെങ്കിൽ മന്ത്രിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ തീയതിയും തെറ്റാണ് എന്ന് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ രശ്മി കാർത്തിക? അങ്ങനെ തന്നെയാണ് വിനോദ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 40 ദിവസമായി സമരം നടത്തുന്നുണ്ട്. ഇന്ന് അവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഇത്രത്തോളം ദിവസം ആയിട്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തൊരു വിമർശനം ഉയർന്നപ്പോഴാണ് 2 തവണ ആരോഗ്യമന്ത്രിയുടെ വാദങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നത്. വീണ, അങ്ങനെയാണ്. കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞത് അല്ല, രേഖയിൽ അങ്ങനെയല്ല കാണുന്നത്. കാരണം JP നദ്ദയ്ക്ക് അപേക്ഷ കൊടുത്തു എന്ന് പറയുന്ന മന്ത്രി പറയുന്ന ഡേറ്റും ഈ രേഖയിൽ കാണുന്ന ഡേറ്റും വ്യത്യാസമുണ്ട്. അതായത് കണ്ണിൽ പൊടിയിടാനുള്ള ചില പ്രസ്താവനകൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇതിനെ കൂടാതെ തന്നെ വീണ ജോർജ് ഇപ്പോൾ ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതേസമയം ആശമാരെ ഈ ചർച്ചകൾ പൊളിഞ്ഞതിന് പിന്നാലെ ആശമാരെ അറിയിച്ചത് നാളെ തന്നെ ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ട് എന്ന കാര്യമാണ്. അതാണ് അവർക്ക് വലിയ പ്രതീക്ഷ നൽകിയതൊക്കെ. പക്ഷേ എങ്കിൽ പോലും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അവർ ഇന്നലെ നിരാഹാര സമരം തുടങ്ങിയത്. ഇപ്പോൾ പക്ഷേ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. മന്ത്രി പറയുന്ന ഓരോ കാര്യങ്ങളും പൊള്ളത്തരമാണ് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇന്ന് ചർച്ച നടത്തി, ആ ചർച്ച അതിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഈ പോകുന്നതിന്റെ തലേ ദിവസം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യം. പിന്നീട് രാവിലെ അവർ ഡൽഹിക്ക് പോകുന്നു. തിരിച്ചു വന്നതിന് ശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പറഞ്ഞത് കാര്യം അതിനുവേണ്ടി അല്ല എത്തിയത് എന്നുള്ളതാണ്. പിന്നീട് മന്ത്രി ഒരു ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും ഇതെല്ലാം തെറ്റാണ്. അതായത് മന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതിന്റെ രേഖകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ കേന്ദ്രത്തിനെ പഴിക്കുന്ന ഒരു സമീപനം നിയമസഭയിലടക്കം ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു. അതും കള്ളത്തരമാണ് എന്നുള്ളത് പിന്നീട് നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. കേന്ദ്രം കൃത്യമായി തുക അനുവദിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്, അത് ആശുമാരിലേക്ക് എത്തിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ രേഖകളടക്കം ജനംജീവി പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയ മന്ത്രി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. മന്ത്രിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇനി മന്ത്രി പറയുക, എന്ത് പറഞ്ഞായിരിക്കും മന്ത്രി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്ന് നമുക്കറിയാം. ഏതായാലും ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം അത് 40ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 2ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ 2 തവണ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അത് ഒന്ന് NHM ഡയറക്ടറുമായുള്ള ചർച്ചയായിരുന്നു, രണ്ടാമത്തേത് ആരോഗ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയായിരുന്നു. ഈ 2 ചർച്ചയിലും ഈ സമരം അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോകണം എന്ന് മാത്രമാണ് ഇവർ ആശാവർക്കർമാരോട് ആവശ്യപ്പെട്ടത്. ഈ ഒരു സമരം അല്ലെങ്കിൽ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുമ്പോൾ എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് വരെ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിന് ഒരു 2000 രൂപയോ അല്ലെങ്കിൽ ഒരു 3000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാം, ഏറ്റവും കുറഞ്ഞ തുകയെങ്കിലും വർദ്ധിപ്പിക്കാമെന്നൊരു മറുപടിയെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നതാണ്. പക്ഷേ അത്തരത്തിലൊന്നും പറയാതെ, ആ ചർച്ചകളിലേക്ക് ഒന്നും കിടക്കാതെ നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നുള്ള മറുപടി മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു 40 ദിവസം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. 16 18 മണിക്കൂർ ഈ ആശാവർക്കർമാർ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ അർഹിക്കുന്ന വേതനം ആവശ്യപ്പെടുമ്പോൾ അവരോട് സർക്കാർ ചേർത്തുന്ന ഈ ഒരു അനീതിക്കെതിരെ, ഈ ഒരു അവഗണനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആശാവർക്കർമാർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ആശാവർക്കർമാരുടെ പ്രതികരണം തേടിയപ്പോൾ തന്നെ മരണം വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കും, എന്നാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ആശാവർക്കർമാർ ഉള്ളത്. ഈ സർക്കാർ
അതായത് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു കേന്ദ്രം നേരിട്ട് ഈ വേതനം ലഭ്യമാക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന വരെ ഇവർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കേന്ദ്രത്തിന് മേൽ അത് അംഗനവാടി ജീവനക്കാരുടെ സമരമാണെങ്കിലും ആശാവർക്കർമാരുടെ സമരമാണെങ്കിലും കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരി തടി തപ്പാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാനം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം കൃത്യമായി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്, അതെല്ലാ കാര്യങ്ങളിലും ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് പോകുന്നത് എന്നുള്ളത് ഈ പോകുന്നതിന്റെ തലേ ദിവസം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിനുശേഷം അവർ പറയുന്നു അതിനുവേണ്ടിയല്ല ഡൽഹിക്ക് പോയത് എന്നുള്ളതാണ്. എന്തായാലും ഇനി എന്താണ് മന്ത്രി പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലേക്ക് പോയ മന്ത്രി തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം തന്നെ എത്തും. മാധ്യമപ്രവർത്തകരുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നു. തീർച്ചയായും നമുക്ക് അതിലേക്ക് വരാം. നന്ദൻ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, ഈ കേന്ദ്രമന്ത്രിയെ കാണാൻ ആരോഗ്യമന്ത്രി, സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ന് ആശമാരുടെ കാര്യത്തിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും, കാരണം കേന്ദ്രമാണ് എല്ലാത്തിനും പരിഹാരം കാണേണ്ടതെന്നൊക്കെ പറഞ്ഞാണ് ആരോഗ്യമന്ത്രി അവിടെ പോയത്. അപ്പോൾ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറ്റു മന്ത്രിമാരൊക്കെയും ഈ കേന്ദ്രമന്ത്രിമാരെ കാണാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയുമായി ഒരു പ്രഭാത ഭക്ഷണത്തിനുള്ള അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഒരുങ്ങിയപ്പോൾ പോലും നമുക്കറിയാം ആ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ആസൂത്രണം ചെയ്യപ്പെട്ടതെന്ന്. പക്ഷേ സംസ്ഥാന ആരോഗ്യമന്ത്രി ഡൽഹിയിൽ എത്തിയപ്പോൾ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചതാണ് എപ്പോഴാണ് മന്ത്രിയെ കാണുന്നത്, സമയം ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു മറുപടി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതിനുള്ള കാരണം പിന്നീടാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് ഇങ്ങനൊരു സമയം തേടിയിട്ടേ ഉള്ളൂ എന്ന്. അതിൻ്റെ രേഖകളിൽ പോലും കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദൻ, വീണ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും ആശമാരെയും ഒരേപോലെ വഞ്ചിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം. പ്രത്യേകിച്ച് ഡൽഹിയിൽ എത്തിയത്, അവർ ഡൽഹിയിലേക്ക് വരുന്നത് ഈ ആശമാരുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അതിന് ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് താൻ പുറപ്പെടുന്നതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പെട്ടെന്ന് അത് ചർച്ചയാകും എന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ബുധനാഴ്ച രാത്രിയിൽ മാത്രമാണ് ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ റെസിഡൻസ് കമ്മീഷണർ വഴി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യ മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകുന്നത് ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഈ കത്തിൻ്റെ കാര്യം അവർ മറച്ചുവെക്കുന്നു. അതിനുശേഷം ഡൽഹിയിലെത്തിയ മന്ത്രിയോട് ആദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിയെ എപ്പോഴാണ് കാണുന്നതെന്ന്. വ്യക്തമായ മറുപടി പറയുന്നില്ല. അതിനുശേഷം ഇത് ഇല്ല എന്ന് ബോധ്യമായ, അതായത് മാധ്യമങ്ങൾക്ക് ഇത് ബോധ്യമായിരുന്നു ഇത്തരത്തിൽ ആരോഗ്യ മന്ത്രാലയം ഒരു അപ്പോയിൻമെൻറ്റ് നൽകിയിട്ടില്ല എന്നുള്ളത്. ഇത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആരോഗ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ആരാഞ്ഞു എപ്പോഴാണ് ഈ ആശമാരുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്ന്. എന്നാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ വീണ ജോർജ് പറയുന്നത് ഇത്തരമൊരു കത്ത് കേരള ഹൗസ് റെസിഡൻസ് കമ്മീഷണർ വഴി നൽകിയിട്ടേ ഉള്ളൂ, ഇതുവരെയായിട്ടും അപ്പോയിൻമെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. സ്വാഭാവികമായും അപ്പോയിൻമെൻറ്റ് ലഭിക്കാതെയാണോ ഡൽഹിക്ക് വന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല. അതേസമയം ഒരു കാര്യം ഉറപ്പായിരുന്നു, ഡൽഹിയിലെത്തിയ ക്യൂബൻ സംഘവുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിലെത്തിയതെന്ന്. എന്നാൽ ഇത് പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഡൽഹിയിലെത്തിയത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രമിച്ചത്. അതാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത് ബുധനാഴ്ച രാത്രിയിൽ മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് കമ്മീഷണർ ഒരു കത്ത് നൽകുന്നതെന്ന് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നു. എന്നാൽ മറ്റൊരു കത്തും ഇതിനിടയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയെന്ന് പറയുന്ന, അതായത് വീണ ജോർജിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയെന്ന് പറയുന്ന ഒരു കത്താണ് ഇപ്പോൾ നിലവിൽ പ്രചരിക്കുന്നത്. അത് ചൊവ്വാഴ്ച നൽകിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും ഇതിലൊക്കെ തന്നെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഈ ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നു. അതായത് പൊതുസമൂഹത്തെയും ആശാപ്രവർത്തകരെയുമാണ്, ആശാ വർക്കർമാരെയുമാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഒരേപോലെ വഞ്ചിച്ചിരിക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ആശമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഡൽഹിയിലേക്ക്, അതിനുടൻ പരിഹാരം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്ക് വരുന്ന ആരോഗ്യമന്ത്രി മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് മടങ്ങുന്ന അവസ്ഥ, അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീണ. ഓക്കെ.
ശരി നന്ദൻ, ഏതായാലും കള്ളങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പൊളിയുകയാണ്. ആശാവർക്കർമാരുടെ സമരപ്പന്തലിന് മുന്നിൽ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരാവട്ടെ എന്ത് ആവശ്യങ്ങൾക്കായാണോ ഒടുവിൽ ഗതികെട്ട് തങ്ങൾ ഈ സമരത്തിനിറങ്ങിയത്, ആ സമരത്തിൽ ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ പുതിയ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വരാം. വിപ്ലവ ഗാനമേളയ്ക്ക് വീണ്ടും വേദിയൊരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാർപ്പ്, അതായത് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര തിരുവുത്സവത്തിന് വിവാദ ഗായകൻ അലോഷി ആദംസിൻ്റെ വിപ്ലവ സംഗീത പരിപാടി നടത്താനാണ് ക്ഷേത്രം അഡ്ഹോക് കമ്മിറ്റിയുടെ നീക്കം. ക്ഷേത്രോത്സവം പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്ന് BJP വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധമായാണ് അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചത് എന്ന് ആരോപിച്ച് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊല്ലം കടയ്ക്കലിലാണ് അലോഷിയുടെ വിവാദമായ വിപ്ലവ ഗാനമേള നടന്നത്. ഉത്സവത്തിന് അത് വലിയ വിവാദമായിരുന്നു. ദേവസ്വം വിജിലൻസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു. കോടതി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടു. ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നത് ശരിയല്ല, ക്ഷേത്രത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളാണ് നടത്തേണ്ടത്, ഇതൊക്കെ കോളേജിൽ വേണമെങ്കിൽ നടത്താമെന്നൊക്കെയാണ് കോടതി പറഞ്ഞത്. അപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോട്ടയത്തെ തിരുവാർപ്പ് ക്ഷേത്രത്തിൽ ഇതേ വിപ്ലവ ഗാനമേള നടത്താനുള്ള പരിപാടിയുമായി അഡ്ഹോക് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്താണ് അവിടുത്തെ പ്രശ്നം? ഉപദേശക സമിതിക്ക് മുകളിലാണോ ഈ അഡ്ഹോക് കമ്മിറ്റി? എന്താണ് ഈ അഡ്ഹോക് കമ്മിറ്റിയും ഉപദേശക സമിതിയും തമ്മിലുള്ള പ്രശ്നം? എന്താണ് ഏറ്റവും പുതിയ വിശേഷം? മിഥുൻ അയ്യപ്പൻ. ഈ അഡ്ഹോക് കമ്മിറ്റി ഉപദേശക സമിതിക്ക് മുകളിൽ അടുത്തിടെ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ. അത് അവിടുത്തെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഉപദേശക സമിതി അംഗങ്ങൾ തന്നെ അവിടെ നടത്തിയ ഒരു അഴിമതി പുറത്തു കൊണ്ടുവരികയും അതിനെ തുടർന്ന് വിജിലൻസിന്റെ ഒരു റിപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പക്ഷേ ഉപദേശക സമിതിക്കെതിരെ റിപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉപദേശക സമിതി സെക്രട്ടറി ഇത് സംബന്ധിച്ച് അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പിൻപറ്റിയാണ് ഇത്തരത്തിൽ അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചതിന് പിന്നിൽ പൂർണ്ണമായും CPM നേതൃത്വത്തിലുള്ള ആളുകളെ, CPM അനുഭാവികളെ കുത്തിക്കയറ്റുന്ന ഒരു നടപടിയാണ് ഇത്തരത്തിൽ നടത്തിയത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് ഉത്സവം നടത്താനുള്ള ഒരു അധികാരം നൽകിയത്. സാധാരണ ഉത്സവം നടത്തേണ്ടത്, ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തേണ്ടത് ഇത്തരത്തിലുള്ള ഉപദേശക സമിതിയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. കോടതിയുടേതായിട്ടുള്ള ഉത്തരവെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഉത്തരവിന് മറികടന്നുകൊണ്ടാണ് ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് ഉത്സവം നടത്താനുള്ള അധികാരം നൽകിയത്. ഇതിന്റെ ഉത്സവത്തിന്റെ ഭാഗമായാണ് ഏപ്രിൽ 21-ാം തീയതി ഈ വിവാദ വിപ്ലവ ഗായകൻ എന്ന് പറയുന്ന രീതിയിലുള്ള വിവാദ ഗായകൻ അലോഷിക്ക് വേദി ഒരുക്കാൻ വേണ്ടി ഒരുങ്ങിയത്. ഇത് സംബന്ധിച്ച് ഈ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അലോഷിക്ക് വേദി ഒരുക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചാരണം നടത്തുകയും അലോഷിയുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം എല്ലാം നടത്തുകയും ചെയ്തത്. തീർച്ചയായും ഈ 21-ാം തീയതി ഉത്സവവുമായി ബന്ധപ്പെട്ട് 21-ാം തീയതി അലോഷിയുടെ പരിപാടി നിശ്ചയിച്ചിരിക്കുകയാണ് ആ ക്ഷേത്രത്തിൽ. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്, വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അലോഷിയുടെ ഗാനമേളയുമായി ബന്ധപ്പെട്ട് ഈ ഗസലുമായി ബന്ധപ്പെട്ട് ഉയർന്നുള്ള വിവാദങ്ങൾ, കടയ്ക്കൽ ക്ഷേത്രോത്സവത്തെ ഒരു പാർട്ടി പരിപാടിയാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും അതിന്റെ പശ്ചാത്തലം ഒരുക്കുകയും എല്ലാം ചെയ്ത സാഹചര്യം വലിയ രീതിയിൽ വിശ്വാസികൾ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഈ വിമർശനമെല്ലാം കേൾക്കുകയും അതിനെതിരെ വകുപ്പ് തലത്തിലെല്ലാം അന്വേഷണമെല്ലാം പ്രഖ്യാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് വീണ്ടും സമാനമായി തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ തന്നെ, ക്ഷേത്രമുറ്റത്ത് തന്നെ ഇത്തരത്തിൽ വിപ്ലവ ഗായകനായിട്ടുള്ള അല്ലെങ്കിൽ വിപ്ലവ ഗാനങ്ങൾ കൂടുതൽ തിരഞ്ഞെടുത്ത് ഇടത് ചായ്വ് തൻ്റെ പ്രവൃത്തിയിൽ ഈ കലാപരിപാടികളിലെല്ലാം, ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പരിപാടികളെല്ലാം തന്നെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന അലോഷിക്ക് വീണ്ടും വേദിയൊരുക്കാൻ തിരുവാർപ്പ് ക്ഷേത്രം അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഇക്കാര്യം പുറത്തു വന്നതോടുകൂടി തന്നെ BJP കാര്യത്തിൽ കൃത്യമായി അഡ്ഹോക് കമ്മിറ്റിക്ക് മുമ്പ് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിയണം, ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായാണ്, ക്ഷേത്ര അന്തരീക്ഷത്തിന്, ക്ഷേത്ര സാമാന്യ മര്യാദകൾക്ക് ലംഘനമാണ്, അല്ലെങ്കിൽ ഉതകുന്നതല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് അഡ്ഹോക് കമ്മിറ്റി കത്ത് നൽകുകയും ചെയ്ത് അഡ്ഹോക് കമ്മിറ്റി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗാനങ്ങൾ ആലപിക്കാൻ പാടില്ലെന്നും
ഇത്തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ, അതായത് നമുക്കറിയാം പുറകിലുള്ള ഗസൽ അവതരിക്കുമ്പോൾ വേദിക്ക് പുറകിലുള്ള സ്ക്രീനിൽ ഡിവൈഎഫ്ഐയുടെയും മറ്റ് ഇടത് സംഘടനകളുടെയും എല്ലാം പതാകകൾ, കൊടികൾ പ്രദർശിപ്പിക്കുന്ന രീതിയെല്ലാം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അഡോക് കമ്മിറ്റി നൽകിയിരിക്കുന്ന വിശദീകരണം. പക്ഷേ BJP ആവശ്യപ്പെടുന്നത് ഈ പരിപാടി നടത്തുന്നത് തന്നെ ഹൈന്ദവ ജനതയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള, വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ക്ഷേത്ര കാര്യങ്ങളിൽ പൂർണ്ണ ചുമതലയുള്ള ഇത്തരത്തിൽ ഉത്സവ നടത്തിപ്പുകളെല്ലാം നടത്തേണ്ടിയിരുന്ന ക്ഷേത്രം ഉപദേശക സമിതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കും തങ്ങളുടെ യാതൊരു വിധത്തിലുള്ള അറിവോട് കൂടിയല്ല ഇത്തരത്തിൽ അലോഷിയുടെ ഈ പരിപാടി നിശ്ചയിച്ചത്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടി നിശ്ചയിച്ചത് സംബന്ധിച്ച് ഉപദേശക സമിതിയുമായി കൂടിയാലോചിക്കുകയോ അവരുടെ അഭിപ്രായം ആരായുകയോ ചെയ്തിട്ടില്ല. മുൻ വർഷങ്ങളിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഉത്സവങ്ങൾ നടത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾക്കോ അല്ലെങ്കിൽ പാർട്ടി പരിപാടിയാക്കി മാറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ ചായ്വുള്ള പരിപാടികൾ നടത്തുകയോ ചെയ്യുക പതിവല്ല. ഈ പതിവിന് വിപരീതമായിട്ടാണ് ഇത്തരത്തിൽ അഡോക് കമ്മിറ്റി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും തിരുവാർപ്പ് ക്ഷേത്രത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അഡോക് കമ്മിറ്റിയെ നിയമിച്ചതും ഇപ്പോൾ ഈ ക്ഷേത്രോത്സവത്തിൽ അലോഷിക്ക് വേദി ഒരുക്കുന്നതും ഇന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. BJP ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചു കഴിഞ്ഞു. തിരുവാർപ്പിലെ ഒരു സമാധാന അന്തരീക്ഷമുണ്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. വിശ്വാസികൾക്കിടയിൽ വിവിധ പാർട്ടികൾക്കിടയിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒന്നിച്ച് ക്ഷേത്രോത്സവം നടത്തുകയും ചെയ്യുന്നിടത്ത് ഇത്തരത്തിൽ അലോഷിയെ പോലുള്ള ഇടത് അനുഭവം തീവ്രമായി പ്രകടിപ്പിക്കുന്ന, കലാപ്രകടനത്തിലടക്കം തീവ്രമായി പ്രകടിക്കുന്നതിനെ ക്ഷേത്രത്തിൽ വേദിയൊരുക്കുന്നതിനെതിരെ പോലീസിലടക്കം അറിയിച്ചിട്ടുണ്ട്. സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന നീക്കമാണ് അഡോക് കമ്മിറ്റി നടത്തുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. പോലീസിലും അതുപോലെ തന്നെ അഡോക് കമ്മിറ്റിക്കും ഇത് രേഖാമൂലം BJP വിവരം അറിയിച്ചിട്ടുണ്ട്. ശരി മിഥുൻ. കണ്ണൂരിലെ BJP പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട്ട് എളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് ഇന്ന് വിധി പറയും. CPM വിട്ട BJP-യിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിൽ CPM ക്രിമിനൽ സംഘം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സൂരജ് വധക്കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകൾ ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസ്. 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പിടിയിലായ സമയത്ത് TK രജീഷ് ഈ കൊലപാതകത്തിലെ പങ്ക് വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണന്റെയും പങ്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവർ 2 പേരെയും പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P പ്രേമരാജൻ ഹാജരായി. ഈ കേസിൽ കുറ്റാരോപിതർക്കെതിരെ, ഗൂഢാലോചന നടത്തിയവർക്കെതിരെ സംഭവത്തിന് മുമ്പേയും സംഭവത്തിന് ശേഷവും സംഭവ സമയത്തും ഉള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. 2005 ആഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ CPM ക്രിമിനൽ സംഘം രാഷ്ട്രീയ വിരോധത്താൽ സൂരജിനെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് 6 മാസം മുൻപും സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുകാലിനും വന്ന് വെട്ടേറ്റ സൂരജ് 6 മാസം കിടപ്പിലായിരുന്നു. ജനം, കണ്ണൂർ. ഇന്ന് ഈ കേസിൽ വിധി ഇന്ന് വരികയാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കേസിൻ്റെ വിധിയാണ്. സൂരജ് വധക്കേസിൻ്റെ വിധി ഇന്ന് വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു കേസാണ് മുഴപ്പിലങ്ങാട് എളമ്പലായി സൂരജിന്റെ വധക്കേസ്. CPM വിട്ട് BJP-യിൽ ചേർന്ന വിരോധത്തിലായിരുന്നു ഒരു സംഘം CPM-കാർ പട്ടാപ്പകൽ സൂരജിനെ മുഴപ്പിലങ്ങാട് നഗരത്തിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2005-ലാണ് ഈ കേസ് സംഭവം നടക്കുന്നത്. 20 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ വിധി ഇന്ന് വരുന്നത്. തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദാണ് ഈ കേസിന്റെ വിധി എന്ന് പറയുക. കേസുമായി ബന്ധപ്പെട്ട് 28 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു. 51 രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുകയും ചെയ്തു. കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 2 പ്രതികൾ ഈ സംഭവത്തിന് ശേഷം മരണപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ 10 പേരെ പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ തന്നെ 2 പേരെ ഇനിയും പിടികൂടാനുണ്ട് എന്ന് ആദ്യഘട്ട കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് സംഭവിക്കുന്നത്. ആ കൊലക്കേസിൽ പിടിയിലായ TK രജീഷ് എന്ന് പറയുന്ന കൊലയാളി
പോലീസ് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ താൻ ഈ എളമ്പിലായി സൂരജ് വധക്കേസിൽ തനിക്കും പങ്കുണ്ട്, തനിക്ക് മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജിന്റെ സഹോദരനുണ്ട്, PM മനോരാജ് നാരായണൻ, അയാൾക്കും ഈ കേസിൽ പങ്കുണ്ട് എന്ന് കുറ്റസമ്മത മൊഴി നൽകുന്നൊരു സാഹചര്യമുണ്ടായി. ആ സംഭവത്തോടുകൂടി TK രജീഷിനെയും മനോരാജ് നാരായണനെയും പ്രതികളാക്കിക്കൊണ്ട് ഒരു അനുബന്ധ കുറ്റപത്രം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോട് ഇപ്പോൾ നിലവിൽ 10 പ്രതികളാണുള്ളത്. ആ കേസിന്റെ വിചാരണ പൂർത്തിയായി കഴിഞ്ഞു. മാസങ്ങൾ നീണ്ട വിചാരണയായിരുന്നു. അതിൽ 5 മാസത്തോളം ഈ കേസിന്റെ വിചാരണ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറയുന്നത്. 2005 ആഗസ്റ്റ് 7 രാവിലെ ഏതാണ്ട് 8:40 ഈ ഒരു സംഭവം നടക്കുന്നത്. പാല് വാങ്ങാനായി മുഴപ്പിലങ്ങാടേക്ക് പോയ സൂരജിനെ പതിയിരുന്ന CPMകാർ ബോംബെറിഞ്ഞ് ഒരു ഭീതി പടർത്തിയ ശേഷം വടിവാള് കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തിന് മുമ്പേ അതായത് 6-7 മാസം മുൻപേ സമാനമായ രീതിയിൽ സൂരജിനെ വധിക്കാൻ CPMകാർ ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് 2 കാലുകൾക്കും സൂരജിന് വെട്ടേറ്റ് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ഏതാണ്ട് 5-6 മാസത്തോളം സൂരജ് കിടപ്പിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വയ്യാത്ത കാലുമായി രാവിലെ മുഴപ്പിലങ്ങാട് ടൗണിലേക്ക് പോയ സമയത്താണ് പതിയിരുന്ന CPMകാർ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മരിച്ചതിന് ശേഷവും സൂരജിനെ അവർ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം മരിച്ച അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം പോലും പിക്കാസ് കൊണ്ട് തല്ലി പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് 2 തവണ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം പോലും CPMകാർ തച്ചു തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ അതായത് ഒരു CPM എന്ന രാഷ്ട്രീയം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ശവകുടീരത്തോട് പോലും അസഹിഷ്ണുത കാണിച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല TP കേസിലെ പ്രതിയും അതുപോലെ തന്നെ PM മനോജിന്റെ സഹോദരൻ PM മനോരാജ് അടക്കം ഈ കേസിൽ പ്രതിയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും 11 മണിയോടുകൂടി തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് ഈ കേസിന്റെ വിധി പറയും. വിനോദ്. അതെ, തീർച്ചയായും 11 മണിയോടുകൂടി ഈ സുപ്രധാനമായ കേസിന്റെ വിധി ഇന്ന് പുറത്തുവരും. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള. ക്ലീൻ കേരള കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പണം അനുവദിക്കണമെന്ന് തിട്ടൂരമിറക്കി സംസ്ഥാന സർക്കാർ. പണം കൈമാറുന്നതിനുള്ള ജിയോ പ്രോജക്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഉത്തരവ്. വൃത്തി കോൺക്ലേവിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ ഫണ്ടുകളിൽ നിന്ന് സർക്കാർ കൈയിട്ട് വാരുന്നത് 8 കോടിയിലധികം രൂപയാണ്. ജനം ബ്രേക്കിംഗ്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വീണ, ഈ വൃത്തി കോൺക്ലേവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 8,13,00,000 രൂപയാണ് സർക്കാർ പിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന്, പ്ലാൻ ഫണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഗ്രാൻഡിൽ നിന്നൊക്കെയാണ് ഇത് നൽകണമെന്നുള്ള ഉത്തരവ് നേരത്തെ ഈ ജനം TV പുറത്തുവിട്ടിരുന്നു. അതായത് നേരത്തെ നവകേരള സദസ്സിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പണം നൽകണമെന്ന ഉത്തരവിന് സമാനമായിട്ടുള്ള വലിയ വിവാദമായിരിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഈ വൃത്തി കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഉത്തരവാണ് ഈ പദ്ധതി, അതായത് ഈ ക്ലീൻ കേരള വൃത്തി കോൺക്ലേവ് 2025 അതിൻ്റെ പദ്ധതി നടത്തിപ്പ് അത് ഒരു ജിയോ പദ്ധതിയായി സർക്കാർ ഇപ്പോൾ ആ പദ്ധതിയായി അങ്ങനെ ഏറ്റെടുക്കണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ ജിയോ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നൽകിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി. അത് നിർബന്ധമായും തദ്ദേശ സ്ഥാപനങ്ങൾ അതിന് ഫണ്ട് നൽകണമെന്നുള്ള രീതിയിലാണ് ഈ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനി സാധാരണഗതിയിൽ ഇത്തരം ചില എതിർപ്പുകൾ വരുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന് പണം നിർബന്ധമായും പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ജിയോ പദ്ധതി എന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ കൊണ്ടുപോകുന്നത്. കാരണം തനത് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് കൈയിട്ട് വാരുന്നതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്താണ് ഇതൊരു ഔദ്യോഗിക പദ്ധതിയാണ് എന്ന രീതിയിൽ സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും 8,13,00,000 രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ പിരിച്ചെടുക്കുന്നത്. അതിൽ 25,000 രൂപ ഗ്രാമപഞ്ചായത്തുകൾ നൽകണം. അങ്ങനെ ജില്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെ 2 ലക്ഷം രൂപ വീതമൊക്കെയാണ് സർക്കാർ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് 8,13,00,000 രൂപയാണ് സർക്കാർ പിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ പറയേണ്ട ഒരു കാര്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതേ സമാനമായ ഒരു നടപടിയിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഉത്തരവിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു വിഷയം എടുത്തു പറയാനുള്ളത്, സർക്കാർ ഈ വൃത്തി കോൺക്ലേവ് എന്ന രീതിയിലാണ് ഈ കോൺക്ലേവ് കൊണ്ടുവരുന്നത്. അതായത് മാലിന്യ നീക്കത്തിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഈ ജിയോയിൽ പോലും പറയുന്നൊരു കാര്യം, മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പൊതുജനത്തിൻ്റെയും മുൻപിൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയാണ് ഈ കോൺക്ലേവ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അതായത് മാലിന്യ നീക്കത്തിന് നേതൃത്വം നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോലും അറിയാത്തൊരു കാര്യം,
സംസ്ഥാനത്ത് വലിയ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിലൊക്കെ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ ഫണ്ട് നൽകണമെന്നുള്ളൊരു വിചിത്ര നിലപാടൊക്കെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അത് ഈ ജിയോ ഓർഡറിലേക്ക് ആക്കി, ജിയോ ഓർഡർ എന്ന രീതിയിലേക്ക്, അതായത് ജിയോ പദ്ധതി എന്ന നിലയിലേക്ക് ആക്കുന്നതോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും ഫണ്ട് നൽകണം എന്നുള്ളതാണ് സർക്കാർ ഈ ഉത്തരവിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യം. ഇത് സുരേഖ സോഫ്റ്റ്വെയറുമായൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ശുചിത്വ മിഷന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറണമെന്നും സർക്കാർ ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ വിവാദമാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു നടപടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യസമയത്ത് ഫണ്ട് നൽകാത്തതുമായി ബന്ധപ്പെട്ട് മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കം പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പലയിടത്തും മാലിന്യ നീക്കത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതിനൊക്കെ കാരണമായി തദ്ദേശ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് കൃത്യമായ ഫണ്ട് സർക്കാർ നൽകുന്നില്ല. ഫണ്ട് ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് അനുവദിക്കുമെന്ന് പ്രഖ്യാപനം വരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഫണ്ട് റിലീസ് ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു. നമ്മൾ പലവട്ടവും അത്തരം വാർത്തകൾ നൽകിയിരുന്നതാണ്. പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ നൽകി വരുന്ന സേവനങ്ങളൊന്നും തന്നെ അവർക്ക് കൃത്യമായി നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും, പ്ലാൻ ഫണ്ടിൽ നിന്നും, ഗ്രാൻഡിൽ നിന്നുമൊക്കെ കൈയിട്ട് വരാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതും ഈ ഉത്തരവിറങ്ങിയ ഒരു സമയം കൂടി നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്തെ ആശുപത്രി മാലിന്യം അടക്കം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ ദേശീയ ഹരിത ട്രൈബ്യൂണലടക്കം സർക്കാരിനെ വലിയ രീതിയിലുള്ള വിമർശനം, അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വിമർശനമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് തിരിച്ചെടുത്ത മാലിന്യങ്ങൾ ഇപ്പോഴും തലസ്ഥാനത്തെ പലയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ നീക്കത്തിൽ സംസ്ഥാനം വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന രീതിയിൽ ഒരു സർക്കാർ ഒരു വലിയ ഗ്രാൻഡ് ഇവന്റായി തന്നെ അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇവന്റിന്റെ ചെലവിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് അവർ ഈ സർക്കാരിന് നൽകേണ്ട പണമാണ് 8,13,00,000 രൂപ എന്ന് പറയുന്നത്. അതിന് പുറത്തേക്ക് പ്രാദേശിക തലങ്ങളിൽ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രചാരണ പരിപാടികൾ നടത്തണമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. അതിനും തദ്ദേശ സ്ഥാപനങ്ങൾ പണം കണ്ടെത്തേണ്ടതിനൊപ്പം ഈ കോൺക്ലേവിൽ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വെച്ച് നടക്കുന്ന വൃത്തി കോൺക്ലേവിൽ പങ്കെടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവരുടെ യാത്ര അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ചെലവുകൾ അതും തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പുതിയ ജിയോ പ്രോജക്റ്റായി ഈ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് കൂടി സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. വീണ. ശരി പ്രജിത്ത വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ ക്ലീൻ കേരള കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പണം അനുവദിക്കണം എന്നാണ് തിട്ടൂരം സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അടുത്ത ഒരു വാർത്തയിലേക്ക്. പേശിഘടന മനസ്സിലാക്കി കായിക താരങ്ങൾക്ക് അനുയോജ്യമായ കായിക ഇനം തിരഞ്ഞെടുക്കാൻ ആകുമോ? ഇത് സാധ്യമാണ് എന്നാണ് ഉത്തരം. പഠനത്തിൽ കൃത്യമായ വിപ്ലവമായി മാറുന്ന ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട മുരണി സ്വദേശിനി രമ്യ ആർ നായർ. ചെലവ് കുറഞ്ഞതും എളുപ്പം ചെയ്യാവുന്നതുമായ പുതിയ സാങ്കേതികവിദ്യയുടെ വിശേഷങ്ങൾ അറിഞ്ഞു വരാം. ശരീരത്തിൽ മുറിവുണ്ടാക്കി ശേഖരിക്കുന്ന പേശീഭാഗം ബയോപ്സിക്ക് അയച്ച് പേശീഘടന മനസ്സിലാക്കുന്ന രീതിയാണ് നിലവിൽ അവലംബിക്കുന്നത്. ചെലവേറിയതും കാലതാമസമെടുക്കുന്ന ഈ രീതി പൊതുവെ ആരും സ്വീകരിക്കാറില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി തൊലിപ്പുറത്തു നിന്ന് സ്വീകരിക്കുന്ന ഇലക്ട്രിക് സിഗ്നലുകളുടെ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പേശീഘടന മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സാങ്കേതികവിദ്യ. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവേഷകർ കണ്ടെത്തിയ ഈ സാങ്കേതികവിദ്യയ്ക്ക് പേറ്റന്റും ലഭിച്ചു. പത്തനംതിട്ട മുരണിയ സ്വദേശിനി രമ്യ ആർ നായർ ഉൾപ്പെടുന്ന സംഘമാണ് ഏറെ നിർണായകമായ പുത്തൻ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത്. ഒരു വളരെ റിയലബിൾ ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മസിൽ ഫൈബറ്റിക് അനാലിസിസിന് കൊണ്ടുവരിക എന്ന ഡോക്ടർ വേണുഗോപാൽ ജിയുടെ ഒരു അദ്ദേഹം NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സർഫസ് ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് മസിൽ ഫൈബറ്റിക് അനാലിസിസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിസർച്ച്. കോളേജിലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വകുപ്പ് പ്രൊഫസർ G വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിന് IIT മദ്രാസിലെ പ്രൊഫസർ S രാമകൃഷ്ണൻ പിന്തുണ നൽകി. രമ്യ ആർ നായർ കൂടാതെ ഗവേഷണ വിദ്യാർത്ഥി ദിവ്യ ശശിധരനും ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന പുത്തൻ സാങ്കേതികവിദ്യ വികസിപ്പിച്ച രമ്യ ആർ നായർക്ക് മുരണിയിൽ നാടിന്റെ അനുമോദനവും നൽകി. ജനം, പത്തനംതിട്ട. ഇനി നമുക്ക് രാജ്യാന്തര വാർത്തയിലേക്ക് വരാം. ആണവ നയതന്ത്രത്തിൽ വീഴ്ച സംഭവിച്ചാൽ ഇറാനെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. 2 മാസത്തിനുള്ളിൽ അണവായുധ ധാരണ നടപ്പാക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയ കത്ത് അയച്ചിരുന്നു. ഇതിൽ തീരുമാനം എടുത്തില്ല എങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയല്ല ഈ കത്ത്?
വിനോദ്, തീർച്ചയായും ബുധനാഴ്ച തന്നെയാണ് ഈ കത്തും അയച്ചത് ട്രംപ്. ഈ ഇറാൻ അതോറിറ്റികൾക്കെല്ലാം തന്നെ കത്തയക്കുകയും ചെയ്തത്. ഈ കത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ആണവ ധാരണകൾ, അതായത് ലോകരാഷ്ട്രങ്ങളുമായുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ആണവ ധാരണയുണ്ട്. ആ ആണവ ധാരണ ഇനി തുടർന്ന് ആണവ ഗവേഷണം, വെപ്പണൈസ്ഡ്, അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന നിലപാടാണ്, വിട്ടുനിൽക്കണമെന്നൊരാവശ്യമാണ് ലോകം ഇറാന് മുന്നിൽ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നൊരു നിലപാടാണ്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളെല്ലാം തന്നെ അതിന് ചുറ്റും, അതായത് ഇസ്രായേലിന് ചുറ്റും ആ പ്രദേശങ്ങളിലും പശ്ചിമേഷ്യയിലെല്ലാം തന്നെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനിയൊരു ആണവശേഷി കൂടി ഇറാൻ ആവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളെല്ലാം തന്നെ കഠിനമായ നിലപാട് ഈ കാര്യത്തിൽ എടുക്കുകയും ചെയ്തത്. പലതരത്തിലുള്ള ആണവ നിയന്ത്രണം നടപ്പാക്കാൻ ശ്രമിക്കുകയും ഉപരോധങ്ങൾ നടപ്പാക്കുകയും ഇറാനെതിരെ ശക്തമായ ഉപരോധങ്ങൾ നടപ്പാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എണ്ണ വിൽപ്പന തടഞ്ഞു വയ്ക്കുകയും പിന്നീട് അത്യാവശ്യത്തിന് ഭക്ഷണാവശ്യത്തിന് എണ്ണ വിൽക്കുക, അത്തരത്തിലുള്ള നിരവധിയായ ഉപരോധങ്ങൾ വളരെ കൃത്യമായി ഇറാനെതിരെ തുടർച്ചയായി നടത്തിയിട്ടും ഈ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു കാര്യമായി തുടരുന്നത്. യുറേനിയം 60 റിസർച്ച്, അതായത് അതിമാരക ശേഷിയുള്ള സ്ഫോടനം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ എൻറിച്ച്ഡ് യുറേനിയം തയ്യാറാക്കുന്നതിനുള്ള ഗവേഷണങ്ങളെല്ലാം തന്നെ ഇറാനിൽ നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അത് ആയുധവൽക്കരിക്കുന്നതിന്, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആയുധങ്ങൾ അണുബോംബുകളാക്കി മാറ്റുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കണിശമായ നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 2 മാസം, അതായത് ബുധനാഴ്ച നൽകിയിരിക്കുന്ന അന്ത്യശാസനം 2 മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ധാരണകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണം, അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ്. അത് ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാം, ഒരുപക്ഷേ ആക്രമണത്തിലേക്ക് തന്നെ നയിച്ചേക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാകാമെന്ന ഒരു സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനൊരു ഭീഷണിയായി മാത്രമാണ് കണക്കാക്കുന്നത് എന്ന നിലപാടാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അത് തീർച്ചയായും ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇന്നലെ മാർക്കോ റൂബിയോ ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്തിയത്. മാർക്കോ റൂബിയോ നൽകിയ ഒരു റേഡിയോ ഇൻ്റർവ്യൂവിലാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് അറിയിച്ചത്. അതായത് US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത്, ഇനിയും ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയത് 2 മാസത്തിനകം നടപ്പാക്കിയില്ലെങ്കിൽ കടുത്ത ഉപരോധവും അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്കും നീങ്ങുമെന്ന ഒരു നിലപാട് തന്നെയാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇറാൻ്റെ ആണവായുധ ഗവേഷണങ്ങൾ വലിയൊരു പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ സൃഷ്ടിക്കുന്നത്. അത് കണിശമായി തടയുക എന്ന നിലപാട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2 മാസം നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ ആണവ ഗവേഷണങ്ങളെല്ലാം നിർത്തിവെക്കുകയും അതുപോലെ തന്നെ അതുവരെ ഉൽപ്പാദിപ്പിച്ച ആണവ ഇന്ധനത്തിന് സമാനമായ അല്ലെങ്കിൽ ആണവ വസ്തുക്കളെല്ലാം തന്നെ നിർവീര്യമാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം നിർത്തിവെക്കുന്നതിന് ഹോൾട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ നടപടികൾ കണിശമായി ഉണ്ടാകുമെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായും ആണവ നിരായുധീകരണം അനിവാര്യമാണ് ഇറാനെ എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ അതിശക്തമായ ആക്രമണം നടക്കുന്ന ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളായ ഹൂതി ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളായ യമനിലുമെല്ലാം തന്നെ വലിയ പിന്തുണ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആയുധങ്ങളായും ഒക്കെ നൽകുന്നുണ്ട്. അവർക്ക് വീണ്ടും ഈ അണവായുധം ലഭ്യമാകുന്നത് ഒരുപക്ഷേ ഭീകരരുടെ കയ്യിൽ അണവായുധം എത്തുന്നില്ല എങ്കിൽ കൂടി അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രത്തിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. പശ്ചിമേഷ്യയിൽ മാത്രമല്ല, അത് പല മേഖലകളിലും അത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കർശനമായ നിലപാടുണ്ടായിരിക്കുന്നത്. നിലപാട് ഇത്തരത്തിലുള്ള നിർദ്ദേശം, ട്രംപിൻ്റെ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന കൃത്യമായ സൂചന തന്നെയാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഐസക് ജോസി, ഇത്തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ശാസനകൾ ഒക്കെ തന്നെ വരുമ്പോൾ ഇറാൻ്റെ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ ആണവവൽക്കരണം അതിൽ നിന്നും അവർ പിന്നോക്കം പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ, പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നൊക്കെ അന്ത്യശാസനം നൽകുമ്പോൾ ഇറാൻ്റെ ഇനിയുള്ള ഒരു നീക്കം എങ്ങനെയായിരിക്കും? അവരുടെ നീക്കവുമായി അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഐസൻ ജോസ്? തീർച്ചയായും ഈ ആണവ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ നിലപാടുകൾ ഇന്ന് വരെ ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനോ അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് അറിയിക്കാനോ ഇറാൻ തയ്യാറായിട്ടില്ല എന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുമുള്ളത്. നമുക്കറിയാവുന്നതാണ്, പല തവണയായി ഘട്ടം ഘട്ടമായൊക്കെ ഈ പരിപാടി നടപ്പാക്കുകയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണാവശ്യത്തിന് എണ്ണ വിൽക്കുക, ഭക്ഷണത്തിന് എണ്ണ എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ചില പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ടും മാത്രമാണ് ഇവർക്കെതിരായ ഇറാനെതിരായ ഉപരോധം നിർത്തിവെക്കാനുള്ള, ഉപരോധം നിയന്ത്രിക്കാനുള്ളൊരു നീക്കം നടത്തിയത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കൃത്യമായ ഓയിൽ പർച്ചേസ് എല്ലാം അവർക്ക് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ അതൊന്നും പ്രത്യേകിച്ചൊരു വീഴ്ച വരുന്ന അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ ഇന്ധനം വാങ്ങുന്ന അല്ലെങ്കിൽ ഓയിലുകളെല്ലാം തന്നെ വാങ്ങുന്ന, പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വാങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു പ്രശ്നം ആ രാഷ്ട്രം നേരിടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും ഇത്തരത്തിലുള്ള കർശനമായ നടപടികൾ നമുക്കറിയാവുന്നതാണ്. ഹൂതി വിമതർക്കെതിരെ കടുത്ത നടപടികൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഹമാസിന് അന്ത്യശാസനം നൽകിയത് നടപ്പായത് അദ്ദേഹം അധികാരത്തിലേറുന്നതിന് മുമ്പാണ്.
അത്തരത്തിലുള്ള നീക്കങ്ങൾ, ട്രംപിൻ്റെ നീക്കങ്ങൾ കുറേ കൂടി കർക്കശവും കണിശവും നിശ്ചയദാർഢ്യം നിറഞ്ഞതുമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇറാൻ അത് അംഗീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നതും. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മാസത്തിനകം ആണവ ധാരണകളെല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കണമെന്നൊരു നിലപാട് പ്രസിഡന്റ് കൃത്യമായ ഒരു കത്തായി തന്നെ ഇറാൻ അതോറിറ്റീസിനെ അറിയിക്കുന്നു, ഇറാൻ സർക്കാരിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2 മാസത്തെ ഡെഡ് ലൈൻ അതിന് നൽകുന്നു. അതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ആണവ നിയന്ത്രണത്തിൽ ഒരു ഉത്തരവാദിത്വപൂർണ്ണമായ നിലപാട് ഇറാൻ എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അമേരിക്ക. കാരണം ആണവ ആയുധ നിർമ്മാണവുമായി മുന്നോട്ട് പോയ ശക്തമായ ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. ഇനി നമുക്ക് ആ മുതലപ്പുഴയിലെ പ്രശ്നത്തിലേക്ക് പോകാം. അവിടെ മണൽ നീക്കത്തിന് ഡ്രഡ്ജർ എത്തിക്കാൻ ഫിഷറീസ് വകുപ്പ് തയ്യാറെടുക്കുന്നുവെന്നാണ് അറിയുന്നത്. ചെന്നൈയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ യന്ത്രം എത്തിക്കാനാണ് ശ്രമം. അതേസമയം എക്സവേറ്ററുകൾ ഉപയോഗിച്ച് മണൽ നീക്കാനാണ് ശ്രമമെങ്കിൽ തടയുമെന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം TV യാണ് മുതലപ്പുഴയിലെ ഈ ദുരിതം പുറത്തെത്തിച്ചത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, അവർ ഇന്നലെ ഉപരോധമടക്കം പാത ഉപരോധമടക്കം നടത്തിയിരുന്നു. അതിനുശേഷം പറഞ്ഞു ഡ്രഡ്ജർ എത്തിക്കൂ, ഈ മണൽത്തിട്ടകൾ നീക്കം ചെയ്യൂ, ഞങ്ങൾ നോക്കട്ടെ നടപടികൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. ചൊവ്വാഴ്ചയോടെ ഇത് പൂർണ്ണമായില്ല എങ്കിൽ ബുധനാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഞങ്ങൾ സമരവുമായി എത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് താൽക്കാലികമായി അവർ ഇത് അവസാനിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണ്, ഡ്രഡ്ജർ കൊണ്ടുവരാൻ തന്നെയാണോ നീക്കം, അതോ അവിടെയും തട്ടിപ്പുകൾ നടക്കുമോ? ഈ ട്രച്ചർ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ നിലവിലെ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം എക്സ്കവേറ്ററുകൾ കൊണ്ടുവന്ന് ആദ്യഘട്ടത്തിൽ മണലുകൾ നീക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് വച്ചെങ്കിലും അതിനെ എതിർക്കുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ മണൽത്തിട്ടകൾ രൂപപ്പെട്ടു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വാർത്ത അല്ലെങ്കിൽ അതുമായി മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ചത് ജനം TV യാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ജനം TV യോട് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. ആ ഘട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് നീങ്ങിയത്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് സർക്കാർ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പ്രത്യേകിച്ച് ഈ ട്രെച്ചറിന് പകരം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു മണൽ നീക്കം ആദ്യഘട്ടത്തിൽ നടത്താമെന്ന ഒരു തീരുമാനം സർക്കാർ പറയുന്ന ഒരു തരത്തിലേക്കൊക്കെ മത്സ്യത്തൊഴിലാളികളെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷേ അത് സാധ്യമല്ല. ട്രെച്ചറുകൾ എത്തിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മണൽ നീക്കാനുള്ള നടപടികൾ നടത്തണം. എന്നാൽ മാത്രമേ അത് അടിയന്തര സാഹചര്യത്തിൽ അത്തരത്തിലുള്ള മണൽ നീക്കം നടത്തിക്കൊണ്ട് അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ചെറു വള്ളങ്ങൾ ചെറു ബോട്ടുകൾ ഈ കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും വള്ളങ്ങൾ തങ്ങളുടെ ഉപജീവന മാർഗത്തിനായി വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങൾ അടക്കം പട്ടിണിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷമായ റോഡ് ഉപരോധത്തിൽ അടക്കം പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയത്. ഇനിയും വരും ദിവസങ്ങളിൽ ഈ ട്രെച്ചർ എത്തിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ തങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും ജനം TV വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിന്റെ കണ്ണു തുറന്നതും ഈ വിഷയത്തിൽ ഇടപെടാൻ ഉള്ള തീരുമാനത്തിലേക്ക് സർക്കാരും ഫിഷറീസ് വകുപ്പ് പോലും കടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ പ്രത്യക്ഷ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വീണ, വിനോദ്. ഓക്കെ, ശരി വിനീഷ്. വീണ, നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ റാഗിങ് ഒരു തുടർക്കഥയായി തന്നെ നിലനിൽക്കുകയാണ്. അതേ സംബന്ധിച്ച വാർത്തകളാണ് എല്ലാ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു പുതിയ വാർത്ത വരുന്നു. കോഴിക്കോട് നാദാപുരത്തെ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. +1 വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പേരോട് MM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, അവിടെ റാഗിങ് നടന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ 4 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആ കേസിന് ബലം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടുണ്ട്
എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത് അനഘ? തീർച്ചയായും വിനോദ്, ഈ കോഴിക്കോട് പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് +2 വിദ്യാർത്ഥികളിൽ നിന്ന് റാഗിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ റാഗിംഗ് നടന്നിരുന്നത്. ഈ +1 വിദ്യാർത്ഥിയെ ഈ +2 വിദ്യാർത്ഥികൾ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ഇത്തരത്തിൽ റാഗ് ചെയ്തിട്ടുണ്ട് എന്ന് ആ +1 വിദ്യാർത്ഥി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഹോട്ടലിന് മുൻവശത്ത് വെച്ച് ഈ വിദ്യാർത്ഥി നിൽക്കുന്ന സമയത്ത് മറ്റ് +2 വിദ്യാർത്ഥികളൊക്കെ അവിടെ എത്തുകയും കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ചും ഈ കുട്ടിയെ ഈ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തിരുന്നു. ഇവർ അന്ന് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല, താടി കൃത്യമായി വടിച്ചില്ല. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ +1 വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നത്. ഈ ചുമരിനോട് തല കുത്തിപ്പിടിക്കുകയും ഈ മുഖത്ത് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മർദ്ദനത്തിൽ കുട്ടിയുടെ ചെവിക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കുട്ടി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പോലീസും ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ഈ കുട്ടികളൊക്കെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരം സ്കൂളുകളിൽ ആന്റി റാഗിംഗ് സ്ക്വാഡുകളടക്കം പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു റാഗിംഗ് കൂടി വരുന്നത് എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഈ കുട്ടിയെ സ്കൂളുകളിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്, സ്കൂളിന് പുറത്ത് വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ പല സമയങ്ങളിൽ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു CCTV ദൃശ്യം കൂടിയാണ് വിനോദ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായും നാദാപുരത്തെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പണം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു. S നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായി? ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നുമാണ് ഈ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തീ പടർന്നിരുന്നു. അവിടെ അഗ്നിരക്ഷാസേനയും പോലീസും അവിടെ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ കണക്കിൽപ്പെടാത്ത പണം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് ഇവർ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും അതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ED അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വിഷയം, അതായത് ജഡ്ജിയുടെ വസതിയിൽ നിന്നും അനധികൃതമായി പണം കണ്ടെത്തിയ വിഷയം, അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുപ്രീം കോടതി കൊളീജിയം ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ രാജി അല്ലെങ്കിൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പണം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എത്ര പണം കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. അതെ, പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെ സമരം അടിച്ചമർത്തി പഞ്ചാബ് പോലീസ്. സമരക്കാർ കെട്ടിയ കുടിലുകൾ JCB ഉപയോഗിച്ച് പോലീസ് പൊളിച്ചു നീക്കി. കേന്ദ്ര കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തി മടങ്ങിയ സമരസമിതി നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നമുക്ക് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് ശംഭു എന്ന് പറയുന്ന സ്ഥലത്താണ് സമരം പഞ്ചാബ് പോലീസ് അടിച്ചമർത്തുന്നത്. സമരക്കാർ കെട്ടിയ കുടിലുകൾ JCB ഉപയോഗിച്ച് പോലീസ് പൊളിച്ചു നീക്കി. കേന്ദ്ര കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തി മടങ്ങിയ സമര നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ നമുക്കറിയാം, ഈ വലിയ കർഷക സമരങ്ങളൊക്കെ രൂപപ്പെട്ട ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ ആം ആദ്മി സർക്കാരാണ് പഞ്ചാബ് ഭരിക്കുന്നത്. അവർ കൃത്യമായി കർഷകർക്കൊപ്പമാണ്, കർഷകരുടെ ആവശ്യങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ അവരുടെ സമരപ്പന്തലെല്ലാം പൊളിച്ചു നീക്കുന്ന ഒരു സമീപനം. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ.
വിനോദ്, കഴിഞ്ഞ ഒരു വർഷമായി ഈ പഞ്ചാബിൻ്റെയും അതേപോലെ തന്നെ ഹരിയാനയുടെയും അതിർത്തിയായ ശംഭു കനൌരി അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. ദേശീയപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കർഷക സമരമായിരുന്നു അതിന് കാരണം. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം പഞ്ചാബ് പോലീസ് അവിടെ എത്തി ഈ കർഷകരെ, ഏതാണ്ട് 700ഓളം വരുന്ന കർഷകരെ കസ്റ്റഡിയിലെടുക്കുകയും അവർ കിട്ടിയിരുന്ന കുടിലുകൾ JCB ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ തന്നെ തകർക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ കർഷക സമരത്തിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നത് ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ പഞ്ചാബ് സർക്കാരുമായിരുന്നു. അതേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അതേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരമൊരു നടപടി അപ്രതീക്ഷിതമായി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല കഴിഞ്ഞ ദിവസം ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര കൃഷി മന്ത്രിയുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ചർച്ച കഴിഞ്ഞ ശേഷം അതിർത്തിയിലേക്ക് മടങ്ങിയ ഈ കർഷക സംഘം നേതാക്കളെ പോലീസ് അപ്രതീക്ഷിതമായി എത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ കർഷക വിരുദ്ധ നടപടികളിലേക്കാണ് ആം ആദ്മി പാർട്ടി സർക്കാർ കടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. പ്രത്യേകിച്ച് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നത് ആം ആദ്മി പാർട്ടി സർക്കാരും പഞ്ചാബ് സർക്കാർ പൂർണ്ണമായും ഈ കർഷകരെ വഞ്ചിച്ച നിലപാടാണ് സ്വീകരിച്ചത്. അപ്രതീക്ഷിതമായി ഇങ്ങനെ നടത്തിയ അല്ലെങ്കിൽ യാതൊരുവിധ നോട്ടീസുകളോ അല്ലെങ്കിൽ മറ്റ് നിർദ്ദേശങ്ങളോ തരാതെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ പോലീസ് എത്തി കുടിൽ പൊളിച്ചത് എന്നുള്ളതാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ പോലീസ് വ്യക്തമാക്കുന്നത് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതായിരുന്നു. അനുസരിക്കാത്ത ഈ കർഷക നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കുടിൽ പൊളിക്കുകയും ചെയ്തതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഏറെ നാളായി അടഞ്ഞുകിടക്കുന്ന ദേശീയപാത, അതായത് പഞ്ചാബിൻ്റെയും ഈ ഹരിയാനയുടെയും അതിർത്തിയായ ശംഭു മേഖലയിൽ അവിടെ ദേശീയപാത പൂർണ്ണമായും തുറന്നു നൽകുവാനുള്ള നടപടികളിലേക്ക് പഞ്ചാബ് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി ഹരിയാനയുടെ ഭാഗത്തുള്ള ഏതാനും ബാരിക്കേഡുകൾ കൂടി പൊളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ദേശീയപാതയിലൂടെ സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നമ്മൾ കവിതാ ദിനത്തിൽ തുടങ്ങി അല്ലേ, വാർത്തകളുടെ ഒരു വലിയ കുത്തൊഴുക്കിലൂടെയാണ് കടന്ന് ഇപ്പോൾ 2 മണിക്കൂർ പൂർത്തിയാക്കിയിരിക്കുന്നത്. പുത്തൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. ലൈവ് റിപ്പോർട്ട്സ് തുടരും ഇടവേളയ്ക്ക് ശേഷം. നമസ്തേ.